ആക്കണം റസൂലുള്ളാഹിൻ്റെ നാട്ടിൽ വെച്ചിട്ട്. ആ ദ്വാരക്കുമ്പോഴൊന്നും അത് ഒരിക്കലും ആർക്കും ഊഹിക്കാൻ പോലും പറ്റിയതല്ല. മദീനത്തൊരു യുദ്ധം ഉണ്ടായിട്ട് ഉമ്മൽ ഫാറൂഖ് ഷഹീദ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷേ അള്ളാഹു തആല ആ ദുആ ഒക്കെ സ്വീകരിച്ചു. അദ്ദേഹത്തെ അള്ളാഹു തആല ആ കൊല്ലം തന്നെ മരിപ്പിച്ചു. ഷഹീദായി മദീനയിൽ വെച്ചായും ചെയ്തു. യുദ്ധമൊന്നും ഉണ്ടായിട്ടില്ല. അള്ളാഹ്ക്ക് സാധിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ആ ചരിത്രമൊന്നും ഞാൻ പറയണ്ടല്ലോ, വേണ്ട. എന്നാൽ മുഅ്മിനീങ്ങളെ, എന്തുകൊണ്ടാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ദ്വാരുന്നതെന്ന് അറിയോ? 63 വയസ്സായപ്പോഴേ, ഇനി എനിക്ക് ഭരണത്തോട് നീതി പുലർത്താൻ കഴിയൂല, പ്രജകളിൽ നീതി നടപ്പാക്കാനും നീതി നിഷ്കൃഷ്ടമായ ഭരണം നടപ്പാക്കാനും ഇനി കഴിയൂല, ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയൂല എന്നുള്ള പേടിയായിരുന്നു. വയസ്സായി. എത്ര വയസ്സായപ്പോൾ? 63 വയസ്സായി. 85 ആയിട്ടില്ല കേട്ടോ. 83 വയസ്സായവർക്കൊക്കെ സീറ്റ് ഇട്ടായിട്ടുള്ള ബഹളങ്ങളും ഒച്ചപ്പാടുകളൊക്കെയാണ് അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ട്. 83 വയസ്സായ അയാൾക്ക് സീറ്റ് കൊടുക്കാൻ പ്രശ്നം ഉണ്ടാവും. അതായത് ഭരണം. മുഅ്മിനീങ്ങളെ, എന്തെല്ലാം രംഗങ്ങൾ, സംഭവങ്ങൾ, എത്ര ചേതോഹരമായ രംഗങ്ങൾ ചരിത്രത്തിലെവിടെയും കാണാൻ പറ്റാത്തത്. ഭക്ഷണം കഴിക്കാനില്ലാത്ത അനാഥ കുടുംബം, കുട്ടികൾക്ക് തള്ള ഭക്ഷണം കൊടുക്കാനില്ലേട്ട് അടുപ്പത്ത് കലം വെച്ചിട്ട് വെള്ളം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്താ ചെയ്തതെന്നറിയോ? പൊതു ഖജനാവിൽ നിന്നുള്ള ധാന്യവും നെയ്യൊക്കെ ആയിട്ട് പോയിട്ട് അത് കൊടുത്തുകൊണ്ട് പോകുന്നൊക്കെയല്ല, അവിടെ അടുപ്പത്തിരുന്ന് അതൊക്കെ ചുട്ട് റെഡിയാക്കി റൊട്ടിയാക്കി കൊടുത്തു. അടുപ്പത്ത് ഊതിയിട്ട് ഉമർ ഫാറൂഖിൻ്റെ തിങ്ങിയ താടിയിലൂടെ പുകയൊക്കെ ഉയർന്നു വന്നു. താടിയിൽ നിന്നൊക്കെ പുക പോകാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞ ഇതാണ്, ഒരു കരുണതാണ് ഞാൻ കണ്ടത്, ഇനി ഒരു ചിരിക്കണ കാണണം, ഭക്ഷണം കഴിച്ച് ചിരിക്കണ കണ്ടിട്ടേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തെല്ലാം രംഗങ്ങളാവും. അതാണ് ഭരണം. അങ്ങനെ നിശ്ചയ ഭരിക്കാൻ കഴിയൂല എന്ന്. 63 വയസ്സായി. അങ്ങനെ കുത്തേറ്റ് അദ്ദേഹം മരണാസന്നനായി കിടക്കുകയാണ്. അപ്പോൾ ആരോ ചോദിച്ചു, മകനെ ആക്കിക്കോട്ടെ, അടുത്ത പകരക്കാരനായിട്ട് മകനെ ആക്കട്ടെ എന്ന്. അപ്പോൾ ഖലീഫ പറഞ്ഞത് ഇതാണ്, ഒരിക്കലും വേണ്ട. മുസ്ലിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് നാളെ അള്ളാൻ്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ ഉമറിൻ്റെ കുടുംബത്തിൽ നിന്ന് ഉമർ തന്നെ മതി. ഇനി ഒരാക്കുമ്പാടെ കട്ടക്കാലം അങ്ങനെയാണ് ഉണ്ട്. കിസ്റ പർവേസിൻ്റെ കൊട്ടാരത്തിലെ നിധിശേഖരങ്ങളൊക്കെ സാമ്രാജ്യത സ്വത്തായിട്ട് മദീനയിൽ എത്തിക്കപ്പെട്ടപ്പോൾ ഉമർ ഫാറൂഖ് കരയാണ് ചെയ്തത്. അള്ളാഹുവേ, ഇത് വല്ലാത്തൊരു പരീക്ഷണമാണ്, ഈ പരീക്ഷണത്തിൽ നീ എന്നെ പരാജയപ്പെടുത്തരുത്. കാരണം ഇതൊരു നല്ലതാണെങ്കിൽ നിൻ്റെ നബിക്ക് ഇത് കൊടുത്തില്ല. പിന്നെ നബിൻ്റെ ശേഷം അബൂ സിദ്ദീഖ് വന്നു, അത് എന്നെക്കാൾ എത്രയോ ഉത്കൃഷ്ടനായിരുന്നു, അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇത് കൊടുത്തില്ല. ഇപ്പോൾ തന്നെ പരീക്ഷിക്കാനാണല്ലോ അതൊക്കെ പടത്തന്നൊക്കെ പഠിച്ചവരുടെ കാര്യമാണ്. അങ്ങനത്തെവർക്കാണ് അള്ളാൻ്റെ സഹായം ഉണ്ടാകുക എന്ന് ചുരുക്കം. മുഅ്മിനീങ്ങളെ, മനസ്സിലായി നിങ്ങൾക്ക്? അതായിരുന്നു ഭരണം. ഓൾക്കാണ് അള്ളാഹുവിൻ്റെ സഹായം കൊടുത്തത്. അത് എന്തായിരുന്നു സഹായങ്ങൾ, സഹായത്തിൻ്റെ എന്തെല്ലാം രംഗങ്ങൾ, നീതി നടപ്പാക്കപ്പെട്ടതിൻ്റെ എന്തെല്ലാം ഉദാഹരണങ്ങൾ. ഇതാണ് അള്ളാഹു പറയണത്. വലയൻസുറന്നല്ലാഹു, നിശ്ചയമായും അള്ളാഹു തആല സഹായിക്കും. മയൻസുറു, അള്ളാഹിനെ സഹായിക്കുന്നവരെ. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസുൻ, അള്ളാഹു തആല കരുത്തനാണ്, അജയ്യനാണ്. അള്ളാഹ് സഹായിക്കും അല്ലദീന, എങ്ങനെയുള്ള ആളുകളെ, ഇമ്മക്കന്നാഹും, നാം അവർക്ക് ഭൂമിയിൽ ആധിപത്യം നൽകിയാൽ, ഫില്ലർലി, ഭൂമിയിൽ അവർക്ക് നാം അധികാരവും ആധിപത്യമൊക്കെ നൽകിയാൽ, അഖാമുസ്സലാത്തവ ആത്തവു സക്കാത്തവ അമറൂബിൽ മഅറൂഫി വ നഹു അനിൽ മുങ്കരി, നല്ല നീതിനിഷ്ഠമായ ഭരണം നടപ്പാക്കും, നിസ്കാരം നിലനിർത്തും, നിസ്കാരത്തിനെ ഇഖാമത്ത് ചെയ്യും. എന്തായിരുന്നു ആ ഉമ്മത്ത്, ആ വിഷയത്തിലുള്ള മാതൃകാ ചരിത്രങ്ങൾ എത്രയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിൻ്റെ കാര്യത്തിലുണ്ടായിരുന്ന നിഷ്കർഷ എന്താണ്? അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കുക, നന്മ ഉപദേശിക്കുക, തിന്മ തടയുക, ഇങ്ങനത്തെ ആളുകളാണ്. വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, കാര്യങ്ങൾക്കൊക്കെ ഉള്ള പര്യവസാനം അള്ളാഹു തആലക്ക് മാത്രമാണ്. അള്ളാഹിൻ്റെ ഹസ്തത്തിലാണ് കാര്യത്തിൻ്റെയൊക്കെ തീരുമാനങ്ങൾ. അള്ളാഹ് ആർക്കാണോ വിജയം കണക്കാക്കുന്നത് അവർക്ക് വിജയം ഉണ്ടാവുള്ളൂ. ആര് പരാജയപ്പെടണമെന്നാണോ അള്ളാഹ് തീരുമാനിച്ചവർ പരാജയപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ തഫ്സീറിൽ മുഅ്മിനീങ്ങളെ ഒരായത്തെടുത്ത് കൊടുത്തിട്ടുണ്ട്.
ഏതാണെന്നറിയോ? സൂറത്ത് നൂറിലെ 55-ാമത്തെ ആയത്ത്. വളരെ ശ്രദ്ധേയമായ ആയത്താണ്, വളരെ കാലിക പ്രസക്തമായിട്ടുള്ള ആയത്താണ്. പല ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ആയത്ത്. ആ ആയത്ത് ഇതാണ്: വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി. അത്ര ഇവിടെ കൊടുത്തിട്ടുള്ളൂ, വലിയ ആയത്താണ്. വഅദല്ലാഹുല്ലദീന ആമനൂ, സത്യവിശ്വാസികൾക്ക് അള്ളാഹ് വായദ ചെയ്തിരിക്കുന്നു. വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ആചരിക്കുന്ന സത്യവിശ്വാസികൾ. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി, ഭൂമിയിൽ അള്ളാഹു തആല അവർക്ക് അധികാരം നൽകുമെന്ന്. ഭൂമിയിൽ അള്ളാഹു തആല അവർക്ക് ആധിപത്യം നൽകും. 55-ാമത്തെ ആയത്താണ് സൂറത്ത് നൂറിലെ. നമ്മൾ ഈ ക്ലാസ്സിൽ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ആയത്താണ്, പക്ഷേ എന്നും പ്രസക്തമാണ്. ആ ആയത്ത് ഉൾക്കൊള്ളുന്ന തത്വം ഇന്ന് നമുക്ക് പലതിനും മറുപടിയാണ്. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി, ഭൂമിയിൽ അള്ളാഹു തആല അവരെ അവൻ്റെ പ്രതിനിധികളാക്കും, അധികാരം നൽകും. ഇപ്പോൾ ഖലീഫ ഉമർ ഫാറൂഖിനെ ആക്കില്ലേ, ആ പണിക്കന്നെ എന്ന് പറയണം. മാത്രമല്ല കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലി, മുമ്പുള്ളവരൊക്കെ അള്ളാഹു തആല അങ്ങനെ ആക്കിയതുപോലെ. പണ്ട് അള്ളാഹു തആല അവൻ്റെ പ്രതിനിധികളായിട്ട് ഭൂമിയിൽ പലരെ ആക്കിയിട്ടുണ്ട്. അതേപോലെ അള്ളാഹു തആല മുഅ്മിനീങ്ങളെ ആക്കും, സൽക്കർമ്മം ചെയ്യുന്ന മുഅ്മിനീങ്ങളെ. വലയുമക്കിനന്ന ലഹും, ആ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു തആല ഉറപ്പിച്ച് നിർത്തി കൊടുക്കും. ദീനഹുമുല്ലദീ ഇർതദാ ലഹും, അള്ളാഹു തആല അവർക്ക് തൃപ്തിപ്പെട്ട ദീനിനെ അള്ളാഹു തആല സമ്പൂർണ്ണമാക്കി കൊടുക്കുന്നു. ഒരു പോറലും ആ ദീനിനെ ഏൽക്കൂല, ആരും നോക്കിയിട്ടും കാര്യമില്ല. മാത്രമല്ല വലയുബദ്ദിലന്നഹും, ആ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു തആല മാറ്റിക്കൊടുക്കും മിൻ ബഅദി ഖൗഫിഹിം, അവരുടെ ഖൗഫിന് ശേഷം, അരക്ഷിതാവസ്ഥയ്ക്ക് ശേഷം, അംനൻ, നിർഭയത്വത്തെ. യഅ്ബുദൂനനി, എന്നെ അവർ ആരാധിക്കണം. ലാ യുശ്രികൂന ബി ഷൈഅ, എന്നെ കൊണ്ട് ശിർക്ക് ചെയ്യരുത്, പങ്കു ചേർക്കരുത്. അപ്പോഴാണ് ഈ സഹായങ്ങളൊക്കെ കിട്ടുക. ഇതൊക്കെ വലിയ ആയത്തുകളാണ് മുഅ്മിനീങ്ങളെ. ഇതിൻ്റെയൊക്കെ തെളിവുകളും സാക്ഷ്യങ്ങളും ചരിത്രങ്ങളാണ്. പണ്ട് പലരെയും അല്ലാഹു തആല എന്താക്കി? ഖലീഫമാരാക്കി. അതേമാർക്ക് ഇവിടെ അല്ലാഹു തആല വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ആചരിക്കുകയും ചെയ്യുന്നവരെന്താക്കും? അള്ളാഹിൻ്റെ പ്രതിനിധികളാക്കും, അവർക്ക് ഭൂമിയിൽ അധികാരം നൽകും, ആധിപത്യം നൽകും, അവരുടെ ദീൻ അല്ലാഹു തആല സമ്പൂർണ്ണമാക്കി കൊടുക്കുകയും ചെയ്യും. ഓലെ ദീനിനെ ഒരുത്തനെ കൊണ്ടും പരാജയപ്പെടുത്താൻ കഴിയൂല. പക്ഷേ എന്നെ ആരാധിക്കണം, ശിർക്ക് ചെയ്യരുത്. ഒമൻ കഫറ ബഅദ ദാലിക, ആരെങ്കിലും പിന്നെ നിഷേധിച്ചാൽ ഫൗലായിക ഹുമുൽ ഫാസിഖൂൻ, അവർ തമ്മാടികളായിട്ട് അല്ലാഹു തആല കാണുള്ളൂ. അങ്ങനെ അല്ലാഹു തആല ഗംഭീരമായ സഹായം നൽകിയിട്ട് പിന്നെ നന്ദികേട് കാണിച്ചൊരു കൂട്ടക്കാരാണ് ആരെന്നറിയോ? ബനൂ ഇസ്രായേലുകൾ. പോലെ അല്ലാഹു തആല പ്രതിനിധികളാക്കി ഫിറോനും കൂട്ടക്കാരൊക്കെ തുരത്തിയിട്ട് ബനൂ ഇസ്രായേലുകൾക്ക് അല്ലാഹു തആല ഏത് കൊടുത്തു? അധികാരങ്ങൾ കൊടുത്തു. എത്ര സ്ഥലത്താണ് ഖുർആൻ പറയുന്ന കാര്യങ്ങൾ? എന്നിട്ടൊരു വലിയൊരു നന്ദികേട് കാണിച്ചു ബനൂ ഇസ്രായേലുകൾ. അതിന് അല്ലാഹു തആല നല്ലൊരു തിരിച്ചടിയും കൊടുത്തു. തീഹ് മരുഭൂമിയിൽ 40 കൊല്ലം നട്ടം തിരിഞ്ഞു വരും. അത് സൂറത്ത് മാഇദയിൽ അല്ലാഹു തആല പറയണത് ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. എത്ര വലിയ ഗംഭീരമായ സഹായമാണ് അള്ളാഹുക്ക് കൊടുത്തത് നിങ്ങൾക്ക് അറിയില്ലേ? ആ ചെങ്കടൽ തീരത്ത് ഫിറോനും കൂട്ടക്കാരും പിടിക്കാൻ വന്നു. അവിടുന്ന് ഇവർ പറയാണ്, നമുക്ക് രക്ഷയില്ല മൂസാ നബി, ഇതാ വന്നു, ഇവർ പിടിക്കാൻ വന്നു, മുമ്പിൽ ചെങ്കടലാണല്ലോ, ഒരു രക്ഷയില്ലല്ലോ എന്ന്. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെങ്കടലടിക്കാൻ പറഞ്ഞു. അടിച്ചു, നല്ല ഉണങ്ങിയ റോഡുണ്ടാക്കി, സുരക്ഷിതമായിട്ട് ആ റോഡ് കൂടെ അങ്ങനെ കഴിച്ചിലായി. ഫിറോനും കൂട്ടക്കാരൊക്കെ ആ റോഡ് കൂടെ വരണ്ട വെച്ചിട്ട് മൂസാ നബി പണിയെടുത്തു. എന്തിനാ അത്രയുമാക്കത്? ചെങ്കടലിന് ഒരടി കൂടി കൊടുക്കാൻ നോക്കിയെന്നാണ് മൂസാ നബി അങ്ങോട്ട് അക്കരെ പറ്റിയിട്ട്. കാരണം അല്ലെങ്കിൽ ഫിറോനും കൂട്ടക്കാരും ആ ചെങ്കടലിൽ കൂടെ അങ്ങോട്ട് വരും, ബാക്കിൽ പിന്നെ പോലായില്ലേ. ഒരടി കൂടി കൊടുത്തോണ്ട് ചെങ്കടൽ പഴയ സ്ഥിരാകട്ടെ എന്ന് ആരാഗ്രഹിച്ചു? സൂറത്ത് ദുഹാനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു വത്റുക്കുൽ ബഹറ റഹ്വ, സമുദ്രം അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇന്നഹും മൂറക്കുൻ, ഓലൊന്ന് മുക്കിക്കൊല്ലേണ്ടതുണ്ട്, ഓരൊക്കെ കടക്കണം. ഓരോ കടന്നപ്പോൾ ചെങ്കടൽ അല്ലാഹു തആല പൂട്ടി, ഓലെല്ലാം കൊന്നു. അങ്ങനെ അത്ഭുതകരമായിട്ട് അല്ലാഹു തആല രക്ഷ കൊടുത്തിട്ട് ടീമാണ് ആര്? അതിനെപ്പറ്റി എത്ര സ്ഥലത്ത് ഖുർആൻ പറയുന്നു? കം തറക്കൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ വകദാലിക ഔറസ്നാഹാ ഖൗമൻ ആഖരീൻ ഫമാ ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർളു വമാ കാനൂ മുൻദരീൻ. എത്രയോ ഉദ്യാനങ്ങൾ, എത്രയോ അരുവികൾ,
എത്രയോ ആദരണീയമായ പാർപ്പിടങ്ങളും കൊട്ടാരങ്ങളൊക്കെ ഉപേക്ഷിച്ചാണ് അവർ പോയത്. വനഅമത്തിൻ കാനൂ ഫിഹാ ഫാക്കിഹീൻ, അവരാസ്വദിച്ചു കൊണ്ടിരുന്ന എന്തെല്ലാം ആഡംബര വസ്തുക്കൾ അതൊക്കെ മറ്റു കൂട്ടക്കാർക്ക് കൊടുത്തു. ആരാണ് കൂട്ടക്കാർ? ബനു ഇസ്രായേലുകൾ. ഓർക്ക് ഈജിപ്തും സമൃദ്ധിയൊക്കെ ഓർക്ക് കൊടുത്തു. ഫമാ ബഖത്ത് അലൈഹിമു സ്സമാഉ വൽ അർളു, അപ്പോൾ ആകാശമോ ഭൂമിയോ അവർക്ക് വേണ്ടി കരഞ്ഞില്ല. വമാ കാനൂ മുൻളരീൻ, അശേഷം അവർ പിന്തിക്കപ്പെട്ടതുമില്ല. ആര് ആര് ഫിറോനും കൂട്ടക്കാരും ഓരോടെ മുക്കിക്കൊന്നു. അങ്ങനെ കൊടുത്തു. ആ കൊടുത്തിട്ട് പിന്നെ ഓരെന്താ ചെയ്തത് നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. ഡോക്കി ഓല് പിന്നെ പറഞ്ഞതാണ്, ഓലെങ്ങനെ ആ ചെങ്കടൽ കിടന്ന് തീ മരുഭൂമി കൂടെയാണ് ഓല് പോണത്. ആ സമയത്ത് ഒരു മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞത് എന്താണെന്നറിയോ? സൂറത്ത് അറാഫിലാണിത് പറയണത്. മുഅ്മിനീൻ സൂറത്ത് അറാഫിൽ പറയാണ്, ഓലിങ്ങനെ പോയപ്പോൾ ഒരു ബഹുദൈവാരാധകരായ കൂട്ടക്കാരെ കണ്ടവിടെ പോണ ബൈക്കിലേ. അപ്പോൾ മൂസാ നബിനോട് ഇവർ പറയാണ്, ഞങ്ങൾക്കും വേണം കുറേ ദൈവങ്ങൾ, ഞങ്ങൾക്കൊരു പഠിച്ചവനൊന്നായാൽ പോരാ. ആ ആയത്തൊന്ന് കേൾപ്പിച്ചു തരാം. അപ്പോൾ ജാവസ്നാ ബി ബനി ഇസ്രായേൽ അൽ ബഹ്റ, ബനു ഇസ്രായേലുകളെ നാം സമുദ്രം വിട്ട് കടത്തി. അപ്പോൾ ഞാൻ പറഞ്ഞ കഥയാണ് പറയണത്. ഫഅതൗ അല ഖൗമി യഅകുഫൂന അല അസ്നാമിൻ ലഹും, അപ്പോൾ ബിംബാരാധന നടത്തുന്ന ഒരു കൗമിനെ അവർ കണ്ടു. ചെങ്കടലൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് മരുഭൂമി കടന്നങ്ങ് പോയപ്പോൾ ബിംബാരാധകരായ കൂട്ടക്കാരെ കണ്ടപ്പോൾ അവർ ഈറ്റങ്ങൾ പറയാണ്, ഈ ബനു ഇസ്രായേലുകൾ പറയാണ്, യാ മൂസ ഇജലന ഇലാഹൻ, ഞങ്ങൾക്കും വേണം ഇലാഹുകൾ, കമാലഹു മാലിയത്, ഇവ കുറേ ഇലാഹുണ്ടല്ലോ, കുറേ ദൈവങ്ങളും ബിംബങ്ങളൊക്കെ. കാല നബി പറഞ്ഞു, ഇന്നക്കും കൗമുൻ തെജലും, നിങ്ങളൊരു വിവരമില്ലാത്ത കൗം തന്നെയാണ്. ഇന്ന ഹാവുലായി മുത്തബ്ബറുമാ ഹും ഫി വബാത്തിലുമാ കാനൂ യഅമലൂൻ കല ഗൈറല്ലാഹി യബ്ഗീകും ഇലാഹൻ വഫളലകും അലൽ ആലമീൻ. ഞാൻ അല്ലാത്തൊരു ഇലാഹ് നിങ്ങൾക്ക് വേണോ? ലോകരെക്കാളൊക്കെ നിങ്ങളെ പോരിശയാക്കില്ലേ അല്ലാഹു തആല. വൈദ് അൻജൈനാക്കും മിൻ ആലി ഫിർഔന യസൂമുനക്കും സൂഅൽ അദാബി, വളരെ നിന്ദ്യമായ ശിക്ഷ നിങ്ങൾക്ക് രുചിപ്പിച്ചു കൊണ്ടിരുന്ന ഫിർഔനിൽ നിന്നും അവൻ്റെ കിങ്കരന്മാരിൽ നിന്നും അല്ലാഹു നിങ്ങൾ രക്ഷിച്ചില്ലേ. യുക്കത്തിലൂന അബുനാക്കും, നിങ്ങളുടെ ആമക്കളെക്കും കൊല്ലായിരുന്നു. വയസ്തയ്യുന നിസാക്കും, പെൺകുട്ടികളെ മാത്രം ജീവിപ്പിക്കുമായിരുന്നു. ഒഫീദാലിക്കും ബലാഉം മിർ റബ്ബിക്കും അദീം, റബ്ബിൽ നിന്നുള്ള വലിയ നിയമത്തായിരുന്നു അത്. അതൊക്കെ ആ റബ്ബാണ്, ഈ ബിംബങ്ങളല്ല അതൊന്നും ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ആ അല്ല പോലെ നിങ്ങൾക്ക് ബിംബങ്ങൾ കാണുന്നില്ല. വല്ലാത്തൊരു നന്ദിയില്ലാത്ത ടീം തന്നെയാണ് നിങ്ങളെന്ന് പല സ്ഥലത്തും പറയുന്നുണ്ട്. മായിദയിൽ പറയണത് എങ്ങനെയാണ്? ഇവിടെ നോക്കി. വൈദ് കാല മൂസാ ലി ഖൗമിഹി, മൂസാ നബി അലൈഹി സ്വലാം തൻ്റെ ജനതയോട് പറഞ്ഞ ആ സന്ദർഭവും സ്മരണീയമാണ്. യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഉദ്കുറൂ നിയമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു തആല തന്ന നിയമത്ത് നിങ്ങൾ ഓർക്കണം. നിങ്ങൾക്ക് അല്ലാഹു തആല തന്ന നിയമത്തിന് നിങ്ങൾ ഓർക്കണം. ഇത് ജഅല ഫീക്കും അംബിയ, എല്ലാ അമ്പിയാക്കന്മാരും അല്ലാഹു തആല നിങ്ങളിലാണ് ആക്കിയത്. ആ കാലഘട്ടത്തിൽ വന്ന നബിമാരൊക്കെ ബനൂ ഇസ്രായേലിലായിരുന്നു. വജഅലക്കും മുലൂക്കൻ, അല്ലാഹു തആല നിങ്ങൾ രാജാക്കന്മാരും ആക്കി. രാജാധിപത്യം ഇതൊക്കെ ബനൂ ഇസ്രായേലുകൾക്ക് അല്ലാഹു തആല കൊടുത്തു. ബനൂ ഇസ്രായേലിൽപ്പെട്ട ചില നബിമാരൊക്കെ വലിയ രാജാക്കന്മാരുണ്ട്. എനിക്ക് കൊയമനറിയോ? ഒരു നബിനെ പറയാൻ പറ്റുമോ? നല്ല പരാജയം. ദാവൂദ് നബിയും മകൻ സുലൈമാൻ നബിയും. വലഖദ് വഹബ്നാ ലി ദാവൂദ സുലൈമാന നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ് ഇത് ഉരിദ അലൈഹി ബിൽ അശീ സോഫിനാത്തുൽ ജിയാദ്. രണ്ടാളും രാജാക്കന്മാരായിരുന്നു. രാജാക്കന്മാരെന്ന് പറഞ്ഞവർ അതിന് തുല്യമായ ഒരു രാജാധികാരം ഇനി അന്ത്യനാൾ വരെ ഒരു രാജാവിനും കിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടുമില്ല. റസൂലുള്ള ചിലപ്പോഴൊക്കെ ആ ദുആ ഓർക്കലുണ്ടായിരുന്നു സുലൈമാൻ നബിൻ്റെ, റബ്ബി ഹബ്ലി മുൽക്കൻ ലാ യൻബഗി ലി അഹദിൻ മിൻ ബഅദി, എനിക്ക് ശേഷം ഒരാൾക്കും ലഭിക്കാത്ത തരത്തിലുള്ള അതുല്യമായൊരു രാജകീയ എനിക്ക് തരണമെന്ന്. ആര്? സുലൈമാൻ നബി അലൈഹി സ്വലാം. അപ്പോൾ റസൂലുള്ള ചിലപ്പോഴൊക്കെ സുലൈമാൻ അങ്ങനെ ദ്വായതാണ്, പിന്നെ മാടച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ രാജാക്കന്മാരായിരുന്നു. ഭയങ്കര സംഭവമാണ് മുഅ്മിനീങ്ങളെ. അങ്ങനെ നിങ്ങൾക്ക് രാജാക്കന്മാരെ തന്നു, പ്രവാചകന്മാരെ തന്നു, എന്തെല്ലാം നിയമത്താണ് നിങ്ങൾക്ക് അല്ലാഹു തആല തന്നത്. എന്നിട്ട് നിങ്ങൾ വാത്താക്കും മാലം യൂത്തി അഹദം മിനൽ ആലമീൻ, ലോകത്തൊരാൾക്കും കൊടുക്കാത്ത സൗഭാഗ്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തന്നു. അതൊക്കെ നിങ്ങൾ ഓർക്കണം. യാ ഖൗമിൻ്റെ ജനങ്ങളെ, ഉദ്ഖുലുൽ അർളൽ മുഖദ്ദസത, ആ മുഖദ്ദസത്തായ ഭൂമിയിലേക്ക്, നാട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. അല്ലത്തി, എങ്ങനത്തെ നാടാണ്?
കതബല്ലാഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹ് നിശ്ചയിച്ച നാടാണത്. ഏതാണ് നാട് എന്നറിയോ? പലസ്തീനാണ്. അതാണ് ഇവർ പറയണത് ഞങ്ങൾക്ക് ഞങ്ങളെ വാഗ്ദത്ത ഭൂമിയാണെന്നൊക്കെ വെറുതെ പറയില്ല. അത് ശരി തന്നെയാണ്. ഓരോ വാഗ്ദത്ത ഭൂമിയാണിത്. ഞമ്മക്കിത് അറിയില്ലാണ്ടല്ലോ, ഓർക്ക് ഈ ആയത്തൊക്കെ അറിയും. ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ എന്നുള്ളതേ നമുക്ക് ചിലപ്പോൾ അതൊന്നും അറിഞ്ഞോളുന്നില്ല. നമ്മളാളുകൾക്ക് ചിലപ്പോൾ അത് അറിഞ്ഞോളുന്നില്ല. ഓൽക്കുള്ള വാഗ്ദത്ത ഭൂമിയായിരുന്നു അത് ഫലസ്തീൻ. അതാണ് പോലെ അവിടെ വന്ന് കൂടിയിരിക്കണത്. അവിടെ നിങ്ങൾക്കുള്ള ആ മുഖദ്ദസത്തായ പരിശുദ്ധമായ ഭൂമിയിലേക്ക്, നാട്ടിലേക്ക് പോയിക്കോളി. വലാ തർത്തദ്ദു വലാ അതുപാരിക്കും. അതുകൊണ്ട് ഇപ്പോൾ അവിടെ ഓൽക്ക് അവകാശപ്പെട്ടാണെന്നൊന്നല്ല പറഞ്ഞിട്ട്, അന്ന് അങ്ങനെയായിരുന്നു. അന്ന് ഇവർ തന്നെ അല്ലാണ്ട് ആളുകൾ അവിടെ ഈ ബനൂ ഇസ്രായേലുകൾ അവിടെ മഹാധിക്കാരികളായ ആളുകളുണ്ടായിരുന്നത് അന്ന്. ഓലൊക്കെ പുറത്താക്കിയിട്ട് ആ നാട് അവിടുന്ന് വിമോചിപ്പിക്കാനുള്ളൊരു കൽപ്പനയാണ് അള്ളാഹ് ഇവർക്ക് കൊടുത്തത്. അല്ല പാവങ്ങളായ പലസ്തീനികളെ പുറത്താക്കിയാണ്ട് ഈ ഡാവുകളോട് അങ്ങോട്ട് കയറാനൊന്നും അള്ളാഹ് പറഞ്ഞിട്ടൊന്നുമില്ല. അതല്ല അതിൻ്റെ അർത്ഥം. അന്നവിടെ ഉണ്ടായിരുന്നത് ചില അമാലിക്കത്ത് വർഗത്തിൽപ്പെട്ട ചില ബഹുദൈവാരാധകരായ ധിക്കാരികളായിരുന്നു. അവരൊക്കെ തുടച്ചു നീക്കിയ നാട് പരിശുദ്ധമാക്കണമെന്നായിരുന്നു അള്ളാഹ് ഇവരോട് പറഞ്ഞത്. ഇവരുടെ ഡ്യൂട്ടി അതായിരുന്നു. അപ്പോൾ ഇവർ കള്ളന്മാരെന്താ പറഞ്ഞത് കയറോ? നബി പറഞ്ഞു, യാ ഖൗമി ഉദ്ഖുലുൽ അർദൽ മുഖദ്ദസത്തല്ലത്തി കതബല്ലാഹു ലക്കും, അള്ളാഹ് നിങ്ങൾക്ക് നിശ്ചയിച്ച ആ പരിശുദ്ധ നാട്ടിലേക്ക് കടക്കണം നിങ്ങൾ. വലാ തർത്തദു, നിങ്ങൾ പിന്തിരിയരുത്. അലാ ദുബാരിക്കും, ബേക്കടിക്കരുത് നിങ്ങൾ. ഫതൻഖലിബു ഖാസിൻ, അപ്പോൾ നിങ്ങൾ പരാജയപ്പെടും കേട്ടോ. നിങ്ങൾ ബേക്കടിച്ചാൽ നിങ്ങൾക്ക് പരാജയമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ കാലു അവർ പറയാണ്, യാ മൂസ ഇന്ന ഫിയാ ഖൗമൻ ജബ്ബാരീന, അവിടെ കുറേ പോക്കിരിമാരായ വലിയ ആളുകളാണുള്ളത്. ഇന്നാലൻ ദുഹുലഹ, ഞങ്ങൾ അങ്ങോട്ട് കിടക്കൂല. ഹത്താ യഹ്റുജു മിന്ന, അവരവിടെ നിന്ന് ഇങ്ങോട്ട് പോകാതെ. ഇവർക്ക് അല്ലാത്ത നിശ്ചയിച്ച ഓരോ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച നാടിനെ വിമോചിപ്പിക്കാനാണ്. ഇനി ഇവർ പറയാണ് ഓരോടത്ത് ഇങ്ങോട്ട് പോയാലേ ഞങ്ങളവിടെ കിടക്കുള്ളൂ. പിന്നെ ഓല് കിടക്കണം. തന്നികേടാണത്. ഇവരത് പറയാൻ പാടുണ്ടോ? ആ ചെങ്കടലിൽ നിന്ന് അങ്ങനെയൊക്കെ രക്ഷിച്ച അള്ളാഹിനെ ഓല് കണ്ടതല്ലേ. ഇങ്ങടെ പോലെ ഈ പറയണത്. ഫൈ യഹ്റുജു മിന്ന, അവരവിടുന്ന് പുറപ്പെടുകയാണെങ്കിൽ ഫൈന്നാ ദാഖിലും ഞങ്ങളങ്ങോട്ട് കാണുന്നോളാന്ന്. നന്ദില്ലാത്തവർ. കാല റജുലാനി, ഇങ്ങോട്ടോ കുഞ്ഞ കോയമ്പോ. കാല റജുലാനി, അപ്പോൾ രണ്ടാൾ പറഞ്ഞു, ഓല കൊടുത്തപ്പെട്ട രണ്ടാൾ. മിനല്ലദീന യഖാഫൂന, അള്ളാനെ പേടിയുള്ള ആളുകളിൽപ്പെട്ട രണ്ടാൾ. അന്നമല്ലാഹു അലൈഹിമ, അവർക്ക് അല്ലാഹുതആല വലിയ നിയമത്ത് ചെയ്തിരുന്നു. അവർക്ക് അല്ലാഹുതആല നല്ല തിരിച്ചറിവ് കൊടുത്തിരുന്നു. ഓലട്ടാളും പറഞ്ഞു, ഉദ്ഖുലു അലൈഹിമുൽ ബാബ്, ആ പോക്കിരിമാരായ ആളുകൾക്ക് മേൽ നിങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലണം, നാട്ടിലേക്ക് കവാടം കടക്കണം. ഫൈദാ ദഖൽതുമൂഹു, നിങ്ങൾ കടന്നാൽ ഫഇന്നകും ഗാലിബൂൻ, നിങ്ങൾ വിജയിക്കും. കടക്കണം, നിങ്ങൾ കടന്നാൽ അള്ളാഹ് വിജയിപ്പിക്കും നിങ്ങളെ. വഅലല്ലാഹി ഫതവക്കലു, അള്ളാഹിൻ്റെ മേൽ നിങ്ങൾ തവക്കുൽ ചെയ്തോളി. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ എന്ന് ആര് പറഞ്ഞു? ആ കൂട്ടത്തിൽ തന്നെ പെട്ട രണ്ടാൾ അന്തള്ളവർ പറഞ്ഞു. കാലു, ഓല് പറഞ്ഞെന്താണെന്നറിയോ? യാ മൂസ, ഓല് പറഞ്ഞ ശ്രദ്ധിച്ചോളെ തരാമാക്കാം. മൂസ ഇന്നാലന്ന ദുഹുല, ഞങ്ങൾ അങ്ങോട്ട് കടക്കൂല അബദൻ, ഒരു കാലത്തും. മാ ദാമു ഫിയ, ആ ധിക്കാരികളായ ആളുകൾ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ അങ്ങോട്ട് കടക്കൂല. ഫദബ് അന്ത റബ്ബുക, താങ്കളും താങ്കളെ റബ്ബും കൊണ്ട് പോയിക്കോ. എന്നിട്ട് ഫക്കാത്തല്ല, നിങ്ങൾ രണ്ടാളും എന്താണ് യുദ്ധം ചെയ്യും. ആരുടെ പറയണേ? മൂസാനബിനോടേ. മൂസാനബിനോട് പറഞ്ഞ ഇന്ന ഹാവനാക്കായതും, ഞങ്ങളിവിടെ ഇരിക്കുന്നേ ചെയ്യുള്ളൂ. ഇതാണ് ബദറിൽ സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് പറഞ്ഞത്. ബനൂ ഇസ്രായേലികൾ മൂസാനബിനോട് പറഞ്ഞവർക്ക് നിങ്ങൾ ഒരിക്കലും പറയില്ല, നബി നിങ്ങൾ ബർക്കുല്ലിമാത്തിലേക്ക് പോയാൽ ഞങ്ങൾ കൂടെ ഉണ്ടാവും. ഈ കടലൊക്കെ നിങ്ങൾ ഇറങ്ങിയാൽ കൂടെ ഞങ്ങൾ ഇറങ്ങും, ഞങ്ങളൊപ്പം തന്നെ ഉണ്ടാവും. ബനൂ ഇസ്രായേലുകൾ മൂസാനബിനോട് നന്ദികേട് കാണിച്ചമാർക്ക് ആ ജാതി ഭർത്താനൊന്നും ഞങ്ങൾ പറയില്ല എന്ന് ബദറിൽ പറഞ്ഞത് ഒരു വലിയ സംഭവമാണല്ലോ. അതിതാണ് ആ വാക്കിതാണ്. അപ്പോൾ കാല നബി എന്താ പറഞ്ഞ നിങ്ങൾക്കറിയോ? റബ്ബി, എൻ്റെ റബ്ബേ, ഇന്നീല അംലിക്കു ഇല്ല നഫ്സി വാഹി, എൻ്റെ കാര്യം എൻ്റെ കാക്കാൻ്റെ കാര്യം മാത്രമേ എൻ്റെ നിയന്ത്രണത്തിലുള്ളൂ. കാക്കാരാണ് ഹാറൂൻ നബി. ഹാറൂൻ നബിനെ ഒരു സഹായിയായി, ഒരു സഹപ്രവാചകനായി അല്ലാഹു തആല മൂസാ നബിക്ക് ഒരു സഹായത്തിന് കൊടുത്ത ആളാണ്. മൂസാ നബി ദ്വാരുന്നിട്ട് ഫിറോനടുത്ത് പോകണം നമ്മളെ, എന്നെക്കാൾ വാചാലനാണ് കാക്കാനും പാടെ എനിക്കൊന്ന് എൻ്റെ കൂടെ വിട്ടുതരണം പറഞ്ഞപ്പോൾ അങ്ങനെ ഹാറൂൻ നബിനെ അല്ലാഹു തആല നബിയാക്കി. ജ്യേഷ്ഠനാണ്, 4 വയസ്സിന് മൂത്തതാണ്. എൻ്റെ കാര്യം കാക്കാൻ്റെ കാര്യം എൻ്റെ നിയന്ത്രണത്തിലുള്ളൂ. ഈ ചങ്ങായിമാരെ കാര്യമൊന്നും എനിക്ക് ഒന്നും അറിയില്ല പഠിച്ചവനെ. അതുകൊണ്ട് ഫഫ്റുഖ് ബൈനനാ വ ബൈനൽ ഖൗമിൽ ഫാസിഖീൻ, ഞങ്ങളുടെയും ഈ അധർമ്മികളായ ആളുകൾക്കിടയിൽ നീ ഒരു നല്ല തീരുമാനം എടുക്കണം പഠിച്ചവനെ. കാല,
അതിന് മറുപടിയായിട്ട് അള്ളാഹു തആല പറഞ്ഞത് ഫഇന്നഹാ മുഹറമത്തുൻ അലൈഹിം അർബഈന സന, ആ പരിശുദ്ധ നാട് 40 വർഷത്തേക്ക് അവർക്ക് നിഷിദ്ധമാണ്, അങ്ങോട്ട് കിടക്കൂല. യതീഹൂന ഫിൽ അർളി, ഭൂമിയിൽ അവർക്ക് നട്ടം തിരിയും. സീനായി മരുഭൂമിയിൽ ഓലിങ്ങനെ നട്ടം തിരിയും. ജലാലയിലൊക്കെ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു രാവിലെ പോക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് വൈകുന്നേരം വരുമ്പോൾ തുടങ്ങിയത് തന്നെ എത്തിയിട്ടുണ്ടാവും. അള്ള കൊടുത്തൊരു അടിയാണത്. പോണതെടുക്കുക സമൃദ്ധമായ ഫലസ്തീനിലേക്ക്, അതിനപ്പുറത്തുള്ള മരുഭൂമി കിടന്ന് കറങ്ങാം. കറങ്ങിയെന്ന് മാത്രമല്ല, ആ കറക്കത്തിനിടയിൽ ആദ്യം ഹാറൂൻ നബി വഫാത്തായി, പിന്നെ മൂസാ നബി വഫാത്തായി. കടന്നിട്ടില്ല, അങ്ങോട്ട് കടന്നില്ല. പിന്നെ മൂസാ നബീൻ്റെ വഫാത്തിന് ശേഷം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ നേതൃത്വത്തിലാണ് അങ്ങോട്ട് കയറലൊക്കെ ഉണ്ടായത്. ആ വലിയൊരു തിരിച്ചടി ഇവർ കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്നറിയോ? അള്ള ഗംഭീരമായൊരു സഹായം കൊണ്ട് അനുഗ്രഹിച്ചിട്ട് അതിന് നന്ദികേട് കാണിച്ചിട്ടാണ്. മുസ്ലിങ്ങൾ ചരിത്രം എടുത്താലും അങ്ങനെ തന്നെയാണ് മുഅ്മിനീങ്ങളെ. തമ്മിലടി തുടങ്ങോളം ഭയങ്കര വിജയമായിരുന്നു, പോയവർക്കൊക്കെ വിജയമായിരുന്നു. 8 നൂറ്റാണ്ടാണ് പിന്നെ കാനഡ കൊർദോബയൊക്കെ മുസ്ലിങ്ങൾ ഭരിച്ചത്. തമ്മിലടിച്ചാണ്ടാണ് പിന്നെ ക്രിസ്ത്യാനികളോട് കടന്നുകൂടിയെന്നുള്ള ചരിത്രമാണ്. ഒരൊറ്റ മുസ്ലിം പോലും അവശേഷിപ്പിക്കാതെ ഉള്ളവരൊക്കെ ക്രിസ്ത്യാനി ആക്കുകയോ കൊല്ലുകയോ ചെയ്തിട്ട് ഒറ്റ മുസ്ലിം പോലും അവശേഷിക്കാത്ത വണ്ണമാക്കി സ്പെയിനൊക്കെ ക്രിസ്ത്യാനികൾ. അത് മുസ്ലിങ്ങൾ അടി തുടങ്ങിയപ്പോഴാണ്. അവിടെയൊക്കെ ഭരണം കിട്ടിയത് വളരെ, ആ ചരിത്രമൊക്കെ വായിച്ച അത്ഭുതകരമാണ്. അള്ളാൻ്റെ സഹായം. ഉമവിയാക്കളിൽപ്പെട്ടൊരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് നാട് കടന്ന് അബ്ബാസിയാക്കൾ വന്നപ്പോഴേ അങ്ങോട്ട് പോയി അവിടെ ചെന്ന് അവിടെ ഭരണം കിട്ടി. അവിടെ ഭയങ്കര ഇസ്ലാമിക ഭരണമായി. ആ ഏരിയ ഒന്നായിട്ട് മുസ്ലിം രാജ്യങ്ങളായി. ചരിത്രം വായിച്ചാൽ നമുക്കിങ്ങനെ രോമാഞ്ചെടുത്തു ഉണ്ടോ, അങ്ങനത്തെ ചരിത്രങ്ങളാണ്. പിന്നെ തമ്മിൽ അടി ഇങ്ങോട്ട് തുടങ്ങിയപ്പം അള്ളാഹു തആല ക്രിസ്ത്യാനികളെ കോലത്തിൽ ശിക്ഷ കൊടുക്കാണ്ട് കൊടുത്തു. മുസ്ലിങ്ങളൊക്കെ ഒരു തുരത്തി ക്രിസ്ത്യാനി ആക്കി, ആകാത്തവരെ കൊന്നു. അങ്ങനെയാണ് 8 നൂറ്റാണ്ട് മുസ്ലിങ്ങളുടെ ഭരണം നിലനിന്നിരുന്ന സ്പെയിൻ ഇന്ന് മുസ്ലിങ്ങളുണ്ടോയെന്ന് അറിയില്ല കേട്ടോ, ഒരൊറ്റ കുട്ടി പോലും ഇല്ലാത്തൊരവസ്ഥയ്ക്കാക്കി. അതാ ഞാൻ ഇതൊക്കെ വളരെ കാലിക പ്രസക്തമായ ആയത്തുകളാണെന്ന് പറയാൻ കാരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ചവരെ സഹായിക്കും. ശത്രുക്കൾക്കെതിരെ അവർക്ക് അല്ലാഹുവിൻ്റെ വിജയം കൊടുക്കും. ആ വിജയം കൊടുത്താൽ അവർ ചെയ്യുന്ന പണി എന്താണ്? ഓല് ചെയ്യുന്ന പണി ഇതാണ്, അല്ലദീന ഇൻ മക്കന്നാഹും ഫിൽ അർളി, ആ അള്ളാഹിൻ്റെ സഹായം അർഹിക്കുന്ന ആളുകൾ ആരാണ്? അവർക്ക് അല്ലാഹു തആല ഭൂമിയിൽ ആധിപത്യം നൽകിയാൽ അഖാമു സ്വലാത്ത, നിസ്കാരത്തെ നിലനിർത്തും. വാതൗ സക്കാത്ത, സക്കാത്ത് കൊടുക്കും. വമറു ബിൽ മഅറൂഫി, നന്മ ഉപദേശിക്കും. വനഹു അനിൽ മുങ്കരി, തിന്മ തടയും. വലില്ലാഹി ആഖിബത്തുൽ ഉമൂർ, എല്ലാ കാര്യങ്ങളുടെയും പര്യവസാനം അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമാണ്. മനസ്സിലായോ? ഇനി അതുപോലെ വളരെ പ്രസക്തമായ ചില കാര്യങ്ങളാണ് പറയുന്നത്, നാളെ പറയാമെന്ന് ഞാൻ കരുതുന്നത്. വയുക്കദിബൂക ഫഖദ് കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹിൻ വആദും വസമൂദ്. നല്ലൊരു മറുപടി തന്നെയാണ് പറയാൻ പോണത്. നബിയെ, ഇവരങ്ങേ നിഷേധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടണ്ട. പണ്ട് നൂഹ് നബിൻ്റെ ജനത, ആദ് സമൂഹം, സമൂദ് ഗോത്രം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനത, ലൂത്ത് നബിൻ്റെ ജനത, വസബ് മദിയൻ, മദായിനിൻ്റെ ആളുകൾ, ശുഐബ് നബിൻ്റെ നാട്ടുകാരാണ്. വഖുദിബ മൂസ, മൂസാ നബിനെയും നിഷേധിച്ചു. ഫഅംലൈതു ലിൽ കാഫിരീന, അപ്പോഴൊക്കെ കാഫിരീങ്ങൾക്ക് നാം സാവകാശം നൽകിയെന്നാണ്. നിഷേധിച്ചപ്പോഴൊക്കെ ഓലൊന്ന് പോണത്ര പോട്ടെ വെച്ചിട്ട് കയർ ഊരാൻ വിട്ടു. ഫുമ്മ അഹ്തു, പിന്നെ ഞാൻ ഒറ്റപ്പെടുത്തും കണ്ട് പിടിച്ചു. കൈഫ കാന നക്കീർ, അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ശിക്ഷ? ഇപ്പം ഇങ്ങനെ റസൂലുള്ളാഹിനെ എതിർത്തിട്ടും ഞങ്ങൾക്ക് ഒരു അടിയൊന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ശരി തന്നെയാണ് എന്നൊക്കെ തോന്നുന്നുണ്ടാവും. അല്ലെങ്കിൽ അള്ളാൻ്റെ ആളുകളെ ഇങ്ങനെ ദ്രോഹിക്കണ്, പീഡിപ്പിക്കണ്, ഇങ്ങോട്ടും ഈ മർദ്ദകന്മാർക്ക് ഒന്നും തിരിച്ചടിയൊന്നും കിട്ടാത്തപ്പോൾ ഞങ്ങൾ തന്നെയാണ് സത്യം, മറ്റൊരു പേവ തന്നെയാണെന്നൊക്കെ. പക്ഷേ അങ്ങനെയൊന്നും തോന്നണ്ട. ഇങ്ങനത്തെ നടപടി അള്ളാഹ്ക്കുണ്ട്. ഒരു കൂട്ടക്കാരിങ്ങനെ ഇങ്ങോട്ട് റോങ്ങിൽ നീങ്ങുമ്പോൾ പരമാവധി അവർക്ക് സാവകാശം കൊടുത്ത് മടങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ കേടിനത്ര കേടറ്റ് വെച്ചിട്ട് അയച്ചിട്ട് കൊടുക്കലുണ്ട്. ചൂണ്ടൽ, ഇസ്തിദറാജ്, അതുണ്ടായിട്ടുണ്ട് എന്നും. അങ്ങനെയാണ് പണ്ടൊക്കെ ഉണ്ടായത്. അതേമാർക്ക് ഇവർക്കും അടി കെട്ടുകാർക്ക്, മക്കത്തുള്ള മുശ്രിക്കീങ്ങൾക്ക്. റസൂലുള്ളാഹിൻ്റെ പ്രബോധിത സമൂഹത്തിലുള്ള നിഷേധികളുണ്ടല്ലോ, ഓലിങ്ങനെ എന്താപ്പം ഞങ്ങൾക്കൊരു അടിയൊന്നും കിട്ടാത്തതെന്നുള്ള വലിയ തെളിവായിട്ട് എന്നെ കൊണ്ടെടുക്കുകയാണ്. ഉള്ള മറുപടിയാണ് പറയണത്. അത്
കുറച്ച് ചരിത്രങ്ങളൊക്കെ അതിൽ പറയാനുണ്ട്. വിധിനെയൊക്കെ നാളെ പറയാം. കുറേ ആളുകൾ കുറേ കാര്യങ്ങളൊക്കെ പറയാം. ഒരാൾ നമ്മൾ വിഞ്ഞാൻ എഴുതിയ മസ്താനിന് നിസ്കാരത്തിന് സുന്നത്തുകളാണ് പറഞ്ഞത്. അത് കുറേ പറയുന്നുണ്ട്. ഞാനിപ്പോൾ പെരുന്നാൾ നിസ്കാരമായിട്ട് ബന്ധപ്പെട്ട ചില സുന്നത്തുകളും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്ന തിരക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊന്ന് പറയാം കേട്ടോ. അതൊന്ന് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ പെരുന്നാൾ പെരുന്നാളും ജുമയും കൂടിയുള്ള വിഷയം എന്ന് പറയാൻ പോയാൽ നമുക്ക് പെരുന്നാളും ജുമ എന്താണ് രണ്ട് ജുമ എടുത്തേണ്ടി വരും. അല്ലാതെ പെരുന്നാളിൻ്റെ അന്ന് വെള്ളിയാഴ്ചൻ്റെ ജുമ ഒഴിവാകുന്നില്ല. അതൊക്കെ പൊട്ടത്തരല്ലേ ഒക്കെ പറയണമൊക്കെ. അതൊന്നും ഇപ്പം നമ്മൾ ഷാഫി മതബാണ്, നമ്മൾ മുജാഹിദ് മതബ് അല്ലല്ലോ. അതെ വേണ്ടിയിരുന്നു പറയണം. അത്ര തന്നെ പറയാനുള്ളൂ. നമുക്ക് പെരുന്നാൾ നിസ്കാരത്തെ പറ്റി പറയാം. പെരുന്നാളും ജുമയും കൂടിയും പറയല്ല, പെരുന്നാൾ നിസ്കാരവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സുന്നത്തുകളാണ് ഇപ്പോൾ ഞാൻ പറയണത്. അതൊന്ന് കേട്ടോളൂ നിങ്ങൾ. ഒന്നാമതായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ 2 പെരുന്നാൾ നിസ്കാരവും വൽ ഇസ്തിസ്ഖാവും മാനത്തേട് നിസ്കാരവും വൽ കുസൂബാനി 2 ഗ്രഹണ നിസ്കാരങ്ങളും മിൻ ഖസായിസി ആദിൽ ഉമ്മ ഈ ഉമ്മത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. മറ്റു ഉമ്മത്തീങ്ങൾക്കൊന്നും ഈ നിസ്കാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 2 പെരുന്നാൾ നിസ്കാരം ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ സുന്നത്ത് നിസ്കാരത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയത് ഇതൊക്കെയാണ്. ഒന്നാമത്തെ സാധനം ബലിപെരുന്നാളാണ്, രണ്ടാമത്തെ ചെറിയനാളാണ്, പിന്നെ സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, മാനത്തേട് നിസ്കാരം, ഇങ്ങനെയൊക്കെയാണ് തൃത്തീവ്. അതൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ നമ്മളെ റവാത്തീവ് സുന്നത്തും വിത്തറും ഒക്കെ പിന്നെ ഉള്ളൂ. സുന്നത്ത് നിസ്കാരത്തിൻ്റെ കൂട്ടത്തിലെ ഏറ്റവും മുടുക്കായ സുന്നത്തുള്ള നിസ്കാരമാണ് ആ പെരുന്നാൾ നിസ്കാരം. അതിൻ്റെ വിധി എന്താണ്? യസുന്നത്തുൻ മുഅക്കദായ സുന്നത്താണ്. സുന്നത്ത് തന്നെ ചിലത് ഭയങ്കര മുടുക്കായ സുന്നത്തുണ്ടല്ലോ, അതിൽപ്പെട്ടതാ. മുടുക്കായ സുന്നത്താകുമ്പോൾ ഉപേക്ഷിക്കൽ കറാത്താവും, കുറ്റമൊന്നുമില്ല ഉപേക്ഷിക്കൽ. അതിൻ്റെ ടൈം തുസറു ജമാഅത്തൻ. ഞാനതിങ്ങനെ തൊഴുഫാണ് കോയമോ പറയണത്. ഇത് കുറേ പേജുകളുണ്ട്. അതിന് പ്രസക്തമായത് മാത്രം ഇങ്ങനെ എടുത്ത് പറയണം. ഒന്നായിട്ട് ഇങ്ങനെ അർത്ഥം വെക്കേണ്ട കാര്യമില്ല. ഇന്നൊക്കെ ആവശ്യമുള്ള വളരെ അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ മാത്രം ഇതിനെടുത്ത് പറയണം. തുസറു ജമാഅത്തൻ, ജമാഅത്തായിട്ടാണ് അത് നിസ്കരിക്കേണ്ടത് എന്നുള്ളതാണ്. ജമാഅത്തായിട്ട് ഷറാക്കപ്പെടും. എന്നാൽ ഒറ്റക്കും നിസ്കരിക്കാം. തുസന്നുൽ മുൻഫരിദി, ഒരാൾക്ക് ജമാഅത്തൊന്നും കിട്ടില്ല, ഒറ്റക്ക് നിസ്കരിക്കാം. പെണ്ണുങ്ങൾക്കൊന്നും നിസ്കരിക്കാം, അടിമക്കുണ്ട്, മുസാഫിർ യാത്രക്കാരനിക്കുണ്ട്. ഇപ്പോൾ വക്കത്ത് അതിൻ്റെ ടൈം ബൈന തുലൂയി ഷംഷി വസവാലിയ, സൂര്യോദയം തൊട്ട് സൂര്യൻ മധ്യത്തിൽ തെറ്റുന്നത് വരെയാണ്. ഊറാൻ കൊടുക്കണ വരെ ടൈമുണ്ട്. ഊറാൻ കൊടുത്താലോ കള്ളാവ് വീട്ടലും സുന്നത്തുണ്ട്. രാത്രിയോ എപ്പോൾ വേണമെങ്കിൽ കള്ളാവ് വീട്ടാം. അഥവാ അയാൾക്ക് ജമാഅത്തൊന്നും കിട്ടില്ല പോയി എന്നാൽ കള്ളാവ് വീട്ടലും സുന്നത്തുണ്ട്. ഇത് സൂര്യൻ ഇങ്ങനെ ഉദിക്കൂലേ, ആ ഉദിച്ചാൽ തന്നെ ടൈമാവും. ഉയരാൻ കാത്തുക്കണമെന്നില്ല. ഉയരാൻ ഒരു 16 മിനിറ്റ് വേണമല്ലോ. നമ്മൾ ദുഹയൊക്കെ അങ്ങനെയുള്ള നിസ്കരിക്കുക. ഇത് വേണ്ട, ഉയരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഉയർന്നതിൻ്റെ മുമ്പ് നിസ്കരിക്കൽ കറാത്താണ്. ഉയർന്നാൽ ഉടനെ അത് നിസ്കരിക്കലും സുന്നത്താണ്. ചെറിയൊരുന്നാളിന് ലേശം ഒരു സാവകാശം, വലിയൊരുന്നാളിന് ഉടനെ തന്നെ പറഞ്ഞുതരാം. പിന്നെ ആ നിസ്കാരത്തെ പറ്റി പറയണത് റക്കായത്താണ്, 2 റക്കായത്താണ്. ഈ ഒരു ഇറാൻ കിട്ടിയാൽ വജ്ജത്തൂത സുമയത്തി ബിദുആയിൽ ഇസ്തിതായി വജ്ജത്തൂത, പിന്നെ 7 തക്ബീറുകൾ ചൊല്ലാം. ആ 7 തക്ബീറിൻ്റെ ഇടയിൽ പറയുന്നത് യഖ്ഫു ബൈന കുല്ലി സിന്തൈനി, ഈ 2 തക്ബീറുകൾക്കിടയിൽ നിൽക്കണം എന്നാണ്. നിൽക്കുക. ആ നിൽക്കുമ്പോൾ എത്ര കദറ നിൽക്കേണ്ടത്? ആയത്തിൻ മുഅ്തദിലത്തിൻ, ഒരു മധ്യനിലയിലുള്ള ആയത്തിൻ്റെ അത്ര. ഒരു മധ്യനിലയിലുള്ള ആയത്താണ് വലിയ ആയത്തൊക്കെ അല്ലേ. ചിലതൊക്കെ വലിയ വലിയ 1 പേജും 1/2 പേജൊക്കെ ഉള്ള ആയത്തൊക്കെ ഉണ്ട്. ഏറ്റവും വലിയ ആയത്തിൽ ഒരൊറ്റ പേജുണ്ട്, അൽ ബഖറയിൽ കടത്തെപ്പറ്റി പറയുന്ന ആയത്ത്. പിന്നെ അതിൻ്റെ പൗതിയുള്ള ആയത്തുകളുണ്ട്, അതിനും പൗതിയുള്ള ആയത്തുകളുണ്ട്, വളരെ ചെറിയ ആയത്തുകളുണ്ട്. കുൽഹുവല്ലാഹു സൂറത്തിലൊക്കെ ഒരു വരി തന്നെ 3 ആയത്തുണ്ട്. കുൽഹുവല്ലാഹു അഹദ്, അള്ളാഹു. അപ്പോൾ അങ്ങനത്തെ ആയത്തുമല്ല മറ്റേ ആയത്തുമല്ല, ഇടനടുവിലുള്ള ആയത്തിൻ്റെ അത്ര കദറാണ് നിൽക്കേണ്ടത്. ആ നൃത്തത്തിൽ വയസ്സിനും നല്ലതാണ് അയക്കുല ഇങ്ങനെ പറയില്ല, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയൽ നല്ലതാണ്, നിർബന്ധമൊന്നുമില്ല. അത് ബാക്കിയാത്ത് സ്വാലിഹാത്താണ്. ഇബ്നു അബ്ബാസ് തങ്ങൾ വൽ ബാക്കിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ അഹ്സനു അമല എന്ന് പറഞ്ഞില്ലേ.
ആ വാക്യത്ത് സ്വലത്ത് ഇതാണെന്ന് അഭിപ്രായമുണ്ട്. അപ്പോൾ അത് പിന്നെ ആ കൂട്ടത്തിൽ ഇനി ഏതും കൂടി കൂട്ടുകയാണെങ്കിൽ നല്ലതാണെന്നറിയോ? അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കതീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വസല്ലമ തസ്ലീമൻ കസീറ എന്ന് പറഞ്ഞാൽ ലക്കാന ഹസന, നല്ലതാണ്. പറയില്ലല്ലോ, നല്ലതാണ്. തക്ബീറിൻ്റെ ഇടയിലേ മറ്റേ തക്ബീർ അത് പറയാൻ പോകണ്ട, അത് വേറെ, ഇത് നിസ്കാരത്തിൻ്റെ കാര്യമാണ്. നിങ്ങൾ പറഞ്ഞു പെരുന്നാൾ ഉറവോട് കൂടെ പെരുന്നാൾ നിസ്കാരം വരെ ചൊല്ലുന്ന തക്ബീറാണ്, അതിലതുണ്ട്. ഈ നിസ്കാരത്തിൻ്റെ ഇടയിൽ തക്ബീറിൻ്റെ ഇടയിൽ ഇതുണ്ട്. നിങ്ങൾ ചെല്ലലൊന്നുമില്ല, ചെല്ലണ്ട. ഞാൻ ആരെയും ചെല്ലിയാൽ നിങ്ങളത് കുഴപ്പമാക്കാൻ നിൽക്കണ്ട. ഏതെങ്കിലും ഇമാമൊക്കെ ചിലപ്പോൾ ചൊല്ലി ഇവിടെ ഞങ്ങൾ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് ഇയാൾ പിന്നെയും തക്ബീറിട്ടില്ല, കുറേ നേരം നിന്നൊന്നും പറയരുത്. ഞാൻ പിന്നെയും പറയുന്നുണ്ട്, അതിൻ്റെ ശേഷം വേണമെങ്കിൽ ഇതുകൂടി ഏറ്റാന്ന് പറയേണ്ടത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ, അതൊക്കെ കൂട്ടത്തിൽ. അപ്പം തന്നെ ഒരു മുഅ്തദില ആയത്തിൻ്റെ അത്ര ആവുള്ളൂ. ആ മുഅ്തദില ആയത്താണ് ഏകദേശം ഒരു കുല്ലു അല്ലാഹു സൂറത്തിൻ്റെ അത്ര, കുല്ലു അല്ലാഹു. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ ശരിയാവും. ആണോ നിങ്ങൾ? അങ്ങനെയാണ് അതിൻ്റെ ഒരു മട്ടം കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ സുമ്മയത്താവതു, പിന്നെയാണ് അഴുതു അതുണ്ട്. ഈ 7 തക്ബീർ ഫസ്റ്റ് റക്അത്തിൽ 7 തക്ബീർ കഴിഞ്ഞിട്ടാണ് അഴുതു ഓതിയിട്ട് പിന്നെ ഫാത്തിഹ തുടങ്ങുക. രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീർ ഓത്തിൻ്റെ മുമ്പ് ഓതാൻ തുടങ്ങിയാൽ പിന്നെ ഇത് മിസ്സായിട്ടോ, ഈ തക്ബീർ മറന്നുകൊണ്ട് നമ്മൾ പഴയ ഓർമ്മക്ക് അഴുതുകൊണ്ട് ഓതി കുഴപ്പമില്ല. അഴുതിന് ശേഷം ബിസ്മി തുടങ്ങിയാൽ പിന്നെ തക്ബീറിന് പ്രസക്തിയില്ല. അഴുത് ഓതിയാലും എന്ത് ചൊല്ലാം? തക്ബീർ ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയാൻ തുടങ്ങിയാൽ പിന്നെ തക്ബീറിൻ്റെ അത് മിസ്സായിപ്പോയി, പിന്നെ അത് ചൊല്ലരുത്. ഓത്തിൻ്റെ മുമ്പായിരിക്കണം. മനസ്സിലായോ? അഴുത് ഓതിച്ചിട്ട് കുഴപ്പമില്ല. വയറുഫോ യദൈഹി, ആ തക്ബീർ ഇങ്ങനെ പറയുമ്പോൾ കൈ ഉയർത്തണം, ഉറക്കെ പറയും വേണം. ഇമാമും മോമും ഒക്കെ ഉറക്കെയാണ് പറയേണ്ടത്. ഇമാമും ഉറക്കെ. വയുസന്നുൽ ജഹ്റു ബി തക്ബീരി വൈൻകാന മഅ്മൂമൻ, മാമുമാണെങ്കിൽ ഉറക്കെയാണ് തക്ബീർ പറയേണ്ടത്. അല്ലേ? പറയലുണ്ടോ? കള്ളാ വീട്ടാണെങ്കിലും മടിയിലാണ്. ചിലവല്ല ആ ഓർമ്മക്ക് മൈത്തിസ്കാരത്തിൽ ഉറക്ക തക്ബീറില്ല മാമുമയങ്ങൾ, അത് തെറ്റാണ്. മൈത്തിസ്കാർ ഇതേമാർക്ക് തക്ബീർ ഇങ്ങനെ ചെല്ല് തന്നെയാണല്ലോ, പക്ഷേ അവിടെ ഉറക്കാക്കരുത്. ഇമാമ മാത്രമേ ഉറക്കാക്കാവൂ. പിന്നെ എന്താണെന്നറിയോ ആ നിസ്കാരത്തിലുള്ളൊരു കാര്യം? വലസ്ന ഫറലൻ, ഈ തക്ബീറുകൾ ഫറലല്ല. അപ്പോൾ ഫലാ തബ്തുൽ സ്വലാത്തു ബി തർക്കിയ, ഈ തക്ബീർ ഒഴിച്ച് വെച്ചിട്ട് നിസ്കാരം ശരിയാവാതിരിക്കൂല. വലാ ബഅദൻ, ഇത് അബഅദ് സുന്നത്തുമല്ല. അബഅദ് സുന്നത്താണെങ്കിൽ സഹ്വിൻ്റെ സുജൂദ് ഉണ്ടാവും. അത് മറന്നാൽ സഹ്വിൻ്റെ സുജൂദും ചെയ്യണ്ട. പണ്ടൊരു മൂലർ ഒരു തക്ബീർ മറന്നു, ഏഴ് ചിലരത് കാരണം ചൊല്ലി സലാം വിട്ടയായിട്ട് ഓങ്ങിയപ്പോഴത്തേന് ഒരാൾ വേഗം സുബ്ഹാനല്ലാഹ്. പിന്നെ ഉണ്ടായത് ഞാൻ പറയണില്ല, അവിടെ എന്തൊക്കെ സംഭവിച്ചു. അപ്പം അങ്ങനെ സുബ്ഹാനല്ലാഹ് പറയാൻ നിൽക്കേണ്ടതും ഇതങ്ങനത്തെ അബഅദ് സുന്നത്തൊന്നുമല്ല. അബഅദ് സുന്നത്താണെങ്കിലാണ് സഹ്വിൻ്റെ സുജൂദ് വരിക, അവിടെ ബഅദല്ല. മനസ്സിലായോ? ഇനി ഞങ്ങളോട് പറയണത് എന്താ വെച്ചാൽ 2 ഖുതുബ വേണമെന്നാണ് പറയുന്നത്. സ്കെച്ചിട്ട് 2 ഖുതുബ അതിൽ സുന്നത്താണ്. ആ ഖുതുബയിൽ ഫിത്ർ സക്കാത്തിനെ പറ്റിയൊക്കെ ഊന്നി പറഞ്ഞ സുന്നത്താണ്. പിന്നെ ഒരു സുന്നത്ത് പോയമോ, ഞാൻ അങ്ങനെ ചുരുക്കി പറഞ്ഞിങ്ങനെ പോകട്ടോ, പേജുകളൊക്കെ മറിച്ചിങ്ങനെ അല്ല ഞാൻ എല്ലാം പാടെന്ന് പത്ര നമുക്കേ. യുന്തബുൽ ഗുസ്ലു, കുളിക്കൽ സുന്നത്താണ്. ഇത് പെരുന്നാളിന് വേണ്ടി ഒരു കുളി സുന്നത്തുണ്ട്. വയദുഹുൽ വക്തു ബിനിസ്ഫിൽ ലൈലി, അർദ്ധരാത്രിയോട് കൂടെ കുളിക്കേണ്ട ടൈം കടക്കും, രാത്രി തന്നെ കുളിക്കുക. വെള്ളിയാഴ്ച ആണെങ്കിൽ സുബയാൻ കൊടുത്തിട്ട് വെള്ളിയാഴ്ചൻ്റെ കുളി. ഇതിപ്പോൾ എല്ലാവരും കുളിച്ചിലൊക്കെ ഉണ്ടാവും, നീയത്തൊക്കെ വെക്കലുണ്ടാവുന്നതാ വേലം. എന്താ നീയത്തൊക്കെ? ഈ പെരുന്നാളിന് ചെറിയനാളിൻ്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു മലയാളത്തിൽ നീയത്തേണ്ട വെച്ചാൽ മതി. ഇങ്ങോട്ട് വെള്ളം പാരണം, കുളിക്കണം, എന്നാൽ ആ സുന്നത്ത് കിട്ടുള്ളൂ. ഭയങ്കര സുന്നത്താണ് ആ കുളി. ഞാൻ പറയുന്നുണ്ട്, നമുക്ക് എല്ലാ കുളിയും ഏതന്നെയാണ്? സുന്നത്തായ കുളി തന്നെയാണ്. ജുമയെ കുളിക്കുമ്പോൾ നീയത്ത് വെക്കണം. ജുമേൻ്റെ സുന്നത്തായ കുളിയാണ് സുന്നത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ടോപ്പ് എന്നാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മയ്യത്ത് കുളിപ്പിച്ചോ കുളിക്കലാണ്. മയ്യത്ത് കുളിപ്പിച്ചാൽ കുളി സുന്നത്തുണ്ട്.
മയ്യത്ത് കുളിപ്പിച്ചോരോ കുളിയാണ് ജുമേൻ്റെ കുളിൻ്റെ മേലെ എന്നുള്ള അഭിപ്രായമുണ്ട്. പക്ഷേ ഇമാമൊക്കെ പ്രബലമാക്കിയത് അല്ല, ജുമേൻ്റെ കുളിയാണ് ഏറ്റവും വലിയ സുന്നത്തായ കുളി. അതൊക്കെ നമ്മളൊക്കെ കുളിച്ചിട്ടുണ്ട്. നിയത്തൊക്കെ ഒരു കമ്മിയാണ്. നിയത്തൊക്കെ അള്ളാഹ്ക്ക് അറിയുന്നുള്ളവർക്ക് വെള്ളിയാഴ്ച കുളി ഉണ്ടാവും. കുളിച്ചാലൊന്നും പള്ളിക്ക് പോകില്ല. നീയത്ത് വെക്കണം, ചെല്ലണം, ഒക്കെ വേണം. അപ്പോൾ ഒരു കുളി തന്നെ ഭയങ്കരമാണ്. ഞാൻ പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ കൂടെ എല്ലാ കുളിയും രാവിലെ ഇന്നും കുളിക്കും, ചിലർ വൈകുന്നേരം കുളിക്കും. ആ കുളിക്കൊക്കെ നീയത്ത് വെക്കാണ്ട്. എന്നാൽ അതൊക്കെ എന്താണ്? സുന്നത്തായ കുളികളാണ്. ഒരു ഇസ്തിറാഹത്തിൻ്റെ കുളിയുടെ ഒരു കുളിയുണ്ട്, റാഹത്താകാൻ വേണ്ടി കുളിക്കുകയാണ്. അത് വെച്ചാൽ മതി. ഞാൻ ഇസ്തിറാഹത്തിൻ്റെ കുളി കുളിക്കണം, എന്നോട് വെള്ളം ഒഴിക്കണം, അത് സുന്നത്തായി. നോമ്പൊക്കെ നോറ്റണ്ട് കുളിച്ചുമ്പം സുന്നത്തായ കുളിയാണെങ്കിൽ നമുക്ക് പല ആനുകൂല്യങ്ങളുണ്ട്. നോമ്പ് പറ്റണ്ടേ നടപ്പുകുളിൻ്റെ മാർക്കല്ല. നടപ്പുകുളി എങ്ങനെ കുളിച്ചുമ്പോൾ ഉള്ളിക്ക് വെള്ളമായാലും നോമ്പ് പറയും. മുങ്ങി കുളിച്ചാലും വേണ്ടില്ല, കോരി കുളിച്ചാലും വേണ്ടില്ല. സുന്നത്തായ കുളികൾ കോരി കുളിച്ചിട്ട് കാതിലോട്ടൊക്കെ വെള്ളമായാൽ നോമ്പ് എന്താവില്ല, പറയില്ല. വെള്ളം ആക്കിയാലല്ലോ കേട്ടോ, വെള്ളമായിട്ട് പോയി. ചിലപ്പോൾ അങ്ങനെ തലയിൽ കൂടെ ഉള്ള കാര്യം വേണം കാത് കൂക്കണം, അതിന് നോമ്പ് മുറിയോ എന്ന് ചോദിച്ചാൽ സുന്നത്തായ കുളിയാണെങ്കിൽ എന്താവില്ല, മുറിയില്ല. സാധാ കുളിയാണെങ്കിൽ എന്താവും? മനസ്സിലായോ? ഇക്കൊല്ലം നമ്മൾ നോമ്പറിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഇവിടെ അല്ലേ. എല്ലാ കൊല്ലം പറയലുണ്ടെന്നുള്ളത് പറയാമെന്നാണ്. മുങ്ങി കുളിച്ചുമ്പോൾ പിന്നെ എങ്ങനെയാണെങ്കിലും നോമ്പ് പറയും. ജനാബത്ത് കുളിച്ചാൽ പോരും. ജനാബത്താണ് കുളിക്കുന്നത്, നിർബന്ധമായ കുളിയല്ലേ. അതൊരാൾ മുങ്ങി കുളിച്ച് നോമ്പ് പറ്റുന്നുണ്ട്, അതിലുള്ളിലേക്ക് വെള്ളമായ നോമ്പ് പറയും, നോമ്പ് മുറിയും. എന്നാൽ ജനാബത്തുള്ള ആൾ കോരി കുളിച്ചു, അപ്പോൾ ഉള്ളിലേക്ക് വെള്ളമായ നോമ്പ് എന്താവില്ല, മുങ്ങാൻ പാടില്ല. മുങ്ങി കുളിക്കൽ തന്നെ കറാത്താണ് നോമ്പ് പറ്റുള്ളൂ. എന്നാൽ മരുക്ക് സുന്നത്തായ കുളിയിൽ ഉള്ളിലേക്ക് വെള്ളം അറിയാതെ ആയാൽ നോമ്പ് മുറിയൂല. അല്ലാത്ത നടപ്പ് കുളികൾ വെറുതെ കുളിച്ചതാ, അപ്പോൾ വെള്ളമായ എന്താവും ചെയ്യും, മുറിയും ചെയ്യും. അപ്പോൾ എന്നമാർക്ക് ജുമാൻ്റെ കുളി, ആ ജുമാൻ്റെ കുളി നമുക്ക് ഭയങ്കര ജീവിതത്തിൽ അത്ര വലിയ സുന്നത്ത് പറയതില്ല. അത് സുബയാൻ കൊടുക്കലോട് കൂടെ തന്നെ ടൈം തുടങ്ങുക. പെരുന്നാളിൻ്റെ കുളിൻ്റെ ടൈം അർദ്ധരാത്രിയോട് കൂടെ തന്നെ എന്താവും, തുടങ്ങും. മനസ്സിലായി നിങ്ങൾക്ക്? അത് അറിഞ്ഞിരിക്കണതിൽ വലിയ കാര്യങ്ങളുണ്ട്. ഇനി ജുമയൊക്കെ പോകേണ്ടത്, പെരുന്നാളിന് പോകേണ്ടത് സുബൈക്ക് തന്നെ പോകുമ്പോൾ പോകാൻ വേണ്ടതെന്ന് പറയുന്നുണ്ട്. അതാണ് ഏറ്റവും നല്ല പോക്ക്. നിങ്ങളാരെങ്ങനെ പോയി നോക്കിയോ? സുബൈസ്കരിക്കാൻ പോകുമ്പോൾ തന്നെ പുതിയതൊക്കെ ഇട്ട് അത്രയൊക്കെ പൂശി എല്ലാം കഴിഞ്ഞ് പള്ളിക്കണ്ട് പോയിട്ട് എന്നോട് തെക്കികൾ ചെല്ലെങ്ങനെ ഇരിക്കുക ഖത്തീബ് വരുന്നവരെ. അതാണ് അതിൻ്റെ ഏറ്റവും നല്ല സുന്നത്തോട് പറയാൻ പോകുന്നുണ്ട്. അത് പറയുമ്പോൾ നിങ്ങൾക്കൊരു പിന്നെ കുളിച്ചിട്ടുണ്ടെങ്കിൽ കുളിച്ച് 12 മണിക്ക് തന്നെ കുളിക്കൽ തുടങ്ങി. ചായ കുടിക്കാൻ പാടില്ലാത്ത അടുത്ത പെരുന്നാളിനാണ്. ഇതിൽ കുടിക്കുകയാണ് വേണ്ടത്. ചായ ഈത്തപ്പായൊക്കെ തിന്നണമെന്നാണ്. ഈത്തപ്പായം കഴിക്കണം എന്ന് പറയുന്നുണ്ട്. ചായൻ്റെ അടുത്താണെന്ന് പറയുന്നത്. ചായ കുടിക്കുക, ഈത്തപ്പായം തിന്നൽ സുന്നത്ത്. ഞാൻ കാണിച്ചു തരാം. അതാണ് ഞാനത് വായിക്കാനുള്ള കാരണം. അങ്ങനെ വെച്ചാൽ സുന്നത്തൊക്കെ ഉണ്ട്. ബിരിയാണി തിന്നണമെന്നില്ല, ഈത്തപ്പായം തിന്നണം. ഒന്നിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ വെള്ളിയാഴ്ച പെരുന്നാളല്ലേ, രണ്ടും വെച്ചാൽ മതി. സുബയാൻ കൊടുത്തിട്ട് കുടിച്ചാണെങ്കിൽ, സുബയാങ്ക് കൊടുത്തിട്ട് കുളിച്ചാണെങ്കിൽ. ഞാൻ ജുമാൻ്റെ സുന്നത്തും പെരുന്നാളിൻ്റെ സുന്നത്തും പാടെ കുളിക്കാമെന്ന് എഴുതി കുളിച്ചാൽ മതി. അർദ്ധരാത്രി കുളിക്കുകയാണെങ്കിൽ ജുമാൻ്റെതായിട്ടില്ലല്ലോ. ഇങ്ങോട്ട് നോക്കി, കുളിൻ്റെ ടൈം അർദ്ധരാത്രിയോടെ കടക്കും. മനസ്സിലായി നിങ്ങൾക്ക്? പിന്നെ തയ്യുബോ, സുഗന്ധം പൂശൽ സുന്നത്താണ്. തസയ്യുനു, ഭംഗിയാകലും സുന്നത്താണ്. പുതിയതൊക്കെ അടിച്ചു വെച്ചില്ലേ, സുന്നത്താ ഭംഗിയാവൽ. വൽ മഷിയു, നടന്നു പോകലും. ബൈക്കുമ്പോൾ പോകരുത്, നടന്നു പോകണം പള്ളിക്ക്, നല്ല സെക്യൂരത്തോടു കൂടെ. പെരുന്നാൾ പള്ളിക്ക് പോകുമ്പോൾ നടന്നാണ് പോകേണ്ടത്. കയ്യെങ്കിൽ കോയമൊക്കെ നടന്നാൽ മതി. കയ്യാത്തവർക്ക് ഉതിറുണ്ടെങ്കിൽ ഇതിനൊന്നും ബാധകമല്ല കേട്ടോ. ഉതിറുണ്ടാകുമ്പോൾ എല്ലാ മസലയും മാറും. അവരൊക്കെ നടക്കാൻ വയ്യ. കുട്ടിയൊക്കെയാണ് ഇപ്പം. പറഞ്ഞതാണ് വളരെ കറക്റ്റ്. ഇപ്പോൾ പീടിയൊക്കെ പോകാൻ ഒരു പറലാങ്ങ് തേച്ചുണ്ടാവില്ല. അപ്പോഴും കുട്ടികളോട് എന്തെങ്കിലും സാധനം വാങ്ങാൻ പറഞ്ഞാൽ വണ്ടി എവിടെ? ബൈക്ക് വേണം. പള്ളിക്ക് പോകുമ്പോൾ ബൈക്ക് വേണം എല്ലാ കുട്ടികൾക്കും. നമ്മളൊരിടൊക്കെ അങ്ങനെ തന്നെയാണ്. എൻ്റെ പേരൊക്കെ പള്ളീൻ്റെ അടുത്താണ്. ജമാഅത്തിനൊക്കെ പോകാൻ പറഞ്ഞാൽ കാണാം ബൈക്ക് എടുത്തിട്ടാണ് പോകണം. എത്ര അടുത്താ അറിയാം നമ്മളെ വരാ പള്ളീൻ്റെ? മൈത്തിൻ്റെ മൈത്തിൻ്റെ ഒപ്പം പോകുമ്പോഴൊക്കെ അങ്ങനെ തന്നെ. വണ്ടി എടുക്കരുത്, നടന്നാണൊക്കെ പോകേണ്ടത്. ആ ചവിട്ടരിക്കാണ് കൂലി.
ഇനി അഥവാ വണ്ടി എടുക്കുകയാണെങ്കിൽ വണ്ടിക്കാരൊക്കെ ബാക്കിലാണ് പോകേണ്ടതെന്നാണ്. വണ്ടിക്കാർ മുമ്പിലല്ല പോലെ. അതിന് അന്നത്തെ വണ്ടി പറഞ്ഞാൽ ഒട്ടകവും കുതിരയൊക്കെയാണ്. നടന്നു പോകണവർ മുമ്പിലും വണ്ടിക്കാർ ബാക്കിലും. മയ്യത്ത് എവിടെ വേണ്ടത്? മയ്യത്തുണ്ടോ നിങ്ങളുടെ അഭിപ്രായത്തിൽ? മയ്യത്ത് ഏറ്റവും ബാക്കിലാണ് വേണ്ടത്. അതൊന്ന് മനസ്സിലാക്കി വെച്ചോളൂ. നമ്മൾ പറയലെന്ന് എന്താ, കുറച്ചാൾക്കൂടെ നടന്നോളേര് കണ്ടെടുക്കും. അതാണ് ഞാൻ പറഞ്ഞത് നടുവിലല്ലേ എന്ന്. അത് കേട്ടേക്കാരച്ച് കുറച്ചാളാണ് നടന്നോളി പറഞ്ഞത് പോയാൽ മനസ്സിലാക്കിയാണ് നടുവിലാണ്. ആ കുറച്ചാളെ നടന്നോളി എന്നുണ്ട് എല്ലാ നാട്ടിലുണ്ട്. കിതാബിൽ പറഞ്ഞ മയ്യത്ത് ഏറ്റവും ലാസ്റ്റാണ്. മയ്യത്തിന് ഇമാമൊക്കെ ഒരു അവകാശമാണ്. അത് വാപ്പ, വല്യപ്പ, മക്കൾ അങ്ങനെ ഒരു തൃപ്തിയുമുണ്ട്. ഓൽക്കാണ് അതിൻ്റെ അവകാശം. അതുകൊണ്ട് ഓൽ തന്നെ നിൽക്കണം. ഓൽക്ക് ഇനി പാത്തി സുഹൃത്ത് മഹ്റജെന്ന് ഓതാൻ അറിഞ്ഞ ഓൽ തന്നെ നിൽക്കണം എന്നില്ല. വലിയ ആളുകളോ മഹാന്മാരോ തങ്ങന്മാരൊക്കെ ഉണ്ടെങ്കിൽ നിർത്തലാണ് ഏറ്റവും നല്ലത്. ഇത് മക്കളുണ്ടെങ്കിൽ ശരിയാകുള്ളൂ എന്നാണ് ചിലരൊക്കെ വിചാരം. എന്നിട്ട് ആ മക്കൾക്ക് ശരിക്കും സത്തും പറഞ്ഞതും അറിയില്ല. എന്നിട്ട് ഇമാം ഇങ്ങനെ നിന്നോട് ചോദിച്ചാണ്, ആദ്യത്തെ നിൽക്കുമ്പോൾ എന്താ ചെല്ലേണ്ടത്? ഞാൻ നോണറിയാൻ നിങ്ങൾ വിചാരം? എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു ഞാൻ ഈ പറയുന്നത്. ഇമാമ നിൽക്കണം മകനാന്നും പറഞ്ഞാണ് വന്ന് നിൽക്കുക. ഇങ്ങനെ ചോദിച്ചാ എവിടെ നിൽക്കേണ്ടതെന്നും അറിയില്ല. ചിലപ്പോൾ അതൊക്കെ അങ്ങനെയല്ല പറഞ്ഞത്. ഓരോ സമ്മതം ഉണ്ടെങ്കിലേ മറ്റവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ എന്നേ അർത്ഥമുള്ളൂ. അത് ഓരോ അവകാശമാണ്. അതൊരു നിസ്കരിക്കാൻ മാത്രമല്ല, കബർക്ക് ഇറക്കാനും കുളിപ്പിച്ചാനൊക്കെ അങ്ങനെ തന്നെയാണ്. അതാണ് നല്ലത്. അപ്പോഴേ എല്ലാവർക്കും തുടരാൻ പറ്റിയ ആൾ അപ്പോഴേ ആവുള്ളൂ. ഇത് ഈ മകൻ എന്ന് പറഞ്ഞ ആൾ പണ്ഡിതനും ഓത്തൊക്കെ അറിയണവനാണെങ്കിൽ പിന്നെയും തിരക്കടില്ല. ഇതൊന്നും ഉണ്ടല്ലോ, അവന് ചിലപ്പോൾ ഫാത്തി സൂറത്ത് തന്നെ കമ്മിയാണ്. കാരണം ഫാത്തി സൂറത്തോ മഹ്റജ് ശരിക്ക് തജ്വീദ് അനുസരിച്ച് ഓതാൻ അറിയാത്തവനാണെങ്കിൽ അറിയണവർക്ക് അവനോട് തുടരാൻ പറ്റൂല. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഒരു ഉമ്മിയനോട് കാര്യങ്ങൾക്ക് തുടരാൻ പാടില്ല എന്നാണ്. ഉമ്മി വെച്ചാൽ ആരാ? ഫാത്തി സൂറത്ത് മര്യാദയ്ക്ക് തജ്വീദ് അനുസരിച്ച് ഓതാൻ അറിയാത്ത ആളുകൾ. അത് നമ്മളെ സാധാരണക്കാർ 90% അങ്ങനെയാണ്. ഞങ്ങളെ പറ്റി പറയല്ല കേട്ടോ, ക്ലാസ്സൊന്നും കേൾക്കാത്തതിനെ പറ്റിയാണ് ഈ പറയണത്. നമുക്കെന്താ വെച്ചാൽ അനുഭവങ്ങളുണ്ട്. ചില ഫാത്തിഹ സൂറത്തിൻ്റെ ക്ലാസ്സൊക്കെ എടുത്ത് നോക്കുമ്പോൾ 5 വക്തിനും പള്ളിക്ക് വന്നാലും ഓത്തൊക്കെ പേവാണ്. മഹ്റജൊന്നുമില്ല, ചില അക്ഷരങ്ങളില്ല. ഓലാണെങ്കിൽ അവരുടെ മകനാന്ന് പറഞ്ഞിട്ട് കയറിക്കണം. അത് കാര്യമില്ല. അപ്പോൾ അതൊരു അവകാശത്തിൻ്റെ പ്രശ്നമാണ്. കുളിപ്പിക്കാനും അങ്ങനെ തന്നെയാണ്. ഓൽക്കാണ് അധികാരം. ഞാൻ കുളിപ്പിക്കും തർക്കമുണ്ടായാൽ നറുക്കിടണം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരേ ഗ്രേഡുള്ളവർ അവിടെ ഒന്നും ഈ തർക്കമില്ല. കുളിപ്പിക്കുന്നത് ആ ഭാഗത്തേക്ക് പോലില്ല. കബർക്ക് ഇറക്കാനുള്ള അവകാശം അങ്ങനെ തന്നെയാണ്. എന്നാൽ അവിടെയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും ഓലോട്, മക്കളോട് ഓലാണ് ഇറക്കണ്ടേ. ഇത് നിസ്കരിക്കുന്നത് മാത്രമല്ല. പക്ഷേ ഓല സമ്മതമല്ലാതെ ഓരോ നിൽക്കൽ ശരിയല്ല എന്നുള്ളതാണ്. ഒരു അവകാശത്തിൻ്റെ കാര്യം മാത്രം, ഒരു അഫ്ദലിൻ്റെ കാര്യമല്ല പറയുന്നത്. തിരക്കിടില്ല. മക്കളൊക്കെ നല്ല യോഗ്യരാണെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയാണ്. പിന്നെ ചിലരൊക്കെ ഞങ്ങൾക്ക് തന്നെ ആളുണ്ടെന്നൊക്കെ പറയും. നിസ്കരിക്കാനൊക്കെ ഞങ്ങൾക്ക് അതൊരു അഭിമാനമായിട്ടൊക്കെ അങ്ങനെ കാണുമല്ലുണ്ട്. ഞങ്ങൾക്ക് ആളുണ്ട് അങ്ങനെയൊക്കെ ഒരു പറച്ചില്ല. അപ്പോൾ നമുക്കൊരാളില്ല എന്നാൽ മോശമാണ്. മറ്റേ മരിച്ചപ്പോൾ അയാളെ മക്കൾ നീ നമുക്കത് ആളില്ലാതെ നമുക്കൊരു മോശമാണ്. അപ്പോൾ ഉള്ളവനാണ്ട് ആളുണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനത്തെ കാര്യമല്ല അത്. ഉണ്ട്, ഇതൊക്കെ ഞാൻ കണ്ടാണ്ട് പറയുന്നതാണ്, വെറുതെ പറയണ. അപ്പോൾ ഇങ്ങോട്ട് നോക്കി, മയ്യത്തല്ല ഇപ്പോൾ വിഷയം. മയ്യത്ത് ഇതന്നെ കഴിയൂല. ഈ പെരുന്നാളിനിപ്പോൾ ഇന്ന് കഴിയുന്ന പോലെയല്ല. അതിനകത്ത് സുന്നത്തുകളുണ്ട്, ശ്രദ്ധിക്കാനുള്ളത്. തത്തയ്യബ്, സുഗന്ധം ഉപയോഗിക്കണം. തസീൻ, ഭംഗിയാവണം. കൽ ജുമത്തി, ജുമ പോലെ എന്ന് നബിമാവ് പറയാം. അവിടെ ഇബ്നു ഹജർ തങ്ങൾ തുഹഫയിൽ പറയണം, ബൽ ഔല, ജുമേനെക്കാട്ടിലും ഉഷാറാക്കണം ഭംഗിന്ന്. കാരണം എന്തുകൊണ്ടില്ല, എന്നോ യൗമു സീനത്തിൻ, ഇത് ഭംഗിയാവേണ്ട ദിവസമാണ്. ഖുത്ബയിലൊക്കെ പറയുന്നുണ്ട് ഭംഗിൻ്റെ ദിവസമാണ്. അപ്പോൾ ഏത്തി ഹുന ജമീഉമ മറ സമ്മ, ജുമയ്ക്ക് പറഞ്ഞതൊക്കെ ബാധകമാണ്. ഇല്ലാത്തി ഗൈരി അബിയത് അർഫ മിൻഹു കീമത്തൻ. ഇങ്ങോട്ട് വെള്ളിയാഴ്ച പറഞ്ഞ എല്ലാ കാര്യങ്ങളും പെരുന്നാളിനും ബാധകമായിട്ട് ഒരു കാര്യം പറയേണ്ട ഒരു മസല എന്താ അറിയോ? ഒരു കാര്യത്തിലേക്ക് ഫി ഒയിരി അബിയല്ല, വെളുത്തതല്ലാത്തൊരു ഡ്രസ്സ്, അർഫ മിന്നു, വെളുത്തതിനേക്കാൾ വില ഉയർന്ന, മുന്തിയ, കീമത്തൻ, ഫ ഇന്നോലോ ഫുതലോ. അപ്പോൾ ആ വെള്ളമല്ല അവിടെ നല്ലത്, വെള്ളമല്ലാത്തതാണ് നല്ലത്. എന്ന് വെച്ചാൽ ഒരാൾക്ക് ഇങ്ങനെ പെരുന്നാളിന് ഇങ്ങനെ നിസ്കരിക്കാൻ പോകുമ്പോൾ വെള്ള ഡ്രസ്സുണ്ട്, കളറും വെള്ളയുണ്ട്. മുന്തിയതും വിലപ്പിടിപ്പുള്ളതും ഏതാണ്? കളറാണ്. ഞാൻ കളറിടണ്ട്, വെള്ളമെല്ലാം ഇടണ്ട് പെരുന്നാളിന്. വെള്ളിയാഴ്ച വെള്ള തന്നെയാണ്. വെള്ളിയാഴ്ച വെള്ളനേക്കാൾ എത്ര മുന്തിയ വേറെയും വെള്ളക്കാണ് പ്രാധാന്യം. പെരുന്നാളിന് വെള്ളക്കല്ല,
വെള്ള തന്നെയാണ് നല്ലത്. പക്ഷേ അതിലാറ് നല്ല കളറുണ്ടെങ്കിൽ വിലപ്പിടിപ്പുള്ളതും പുതിയതും കളറാണ്. രണ്ട് കളർ നമുക്ക് പറ്റില്ല കേട്ടോ. ഏതാ? ഒന്ന് മഞ്ഞ, ആണുങ്ങൾക്ക് ഹറാമാണ്, കറാത്താണ്. രണ്ട് അഭിപ്രായമുണ്ട്. പത്തുമീനൊക്കെ ഹറാമാന്നുള്ളൊക്കെ പോകണം. പിന്നെ കുങ്കുമ കളർ, ചോപ്പില്ല, ചോപ്പ് അത് കുങ്കുമ കളറാണ് പ്രശ്നം. മുസഅഫറും മുഅസ്ഫറുമാണ്. ആ രണ്ട് കളറ് ഹറാമാണെന്നും കറാത്തെന്നും അഭിപ്രായം ആണുങ്ങൾക്ക്. അല്ലാത്ത കളറിനൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ ഭംഗിൻ്റെ ദിവസമാണ് പെരുന്നാളിൻ്റെ അന്ന് കേട്ടോ. പിന്നെ ആദ്യം എടുക്കുമ്പോൾ തന്നെ നല്ല വിലപ്പിടിപ്പുള്ള പുതിയത് വെള്ളം എടുത്ത് വെച്ചാൽ മതിയല്ലോ. ഈ പ്രശ്നം വരുന്നില്ലല്ലോ. ഇവിടുത്തെ കളറിട്ട് പോകേണ്ട കാര്യം ഇത് നമ്മൾ പെരയിൽ വാങ്ങിച്ചിട്ടല്ലേ ഇത്. നല്ല ഡ്രസ്സ് എടുക്കുമ്പോൾ തന്നെ നല്ല വെള്ളം എടുത്തോളി. വെള്ളനെയാണ് റസൂൽ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വെള്ള വസ്ത്രം ധരിച്ചോളി, നിങ്ങളൊന്ന് മരിച്ചോലെ ആ വെള്ളക്കടലിൽ നിങ്ങൾ കഫൻ ചെയ്തോളി എന്നാണ് റസൂൽ പറഞ്ഞത്. ഇത് മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വെള്ളയാണ്. കളറൊക്കെ ആരും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആളുകൾ അയക്കുമെന്ന് എനിക്ക് തോന്നണില്ല കളറിലൊക്കെ കഫൻ ചെയ്യാനേ. റസൂൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവിതകാലത്ത് ധരിക്കുമ്പോൾ വെള്ള ധരിച്ചോളി, മരിച്ചാലതിൽ ഇത് മരിച്ചാലാണ് ഇപ്പോൾ എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങുന്നത്. വെള്ളമൊക്കെ തുടങ്ങി അലിച്ചൊക്കെ നിങ്ങൾ. ഇനിയൊരു മസാല, അപ്പോൾ വീലോബിൽ മസ്ജിദി അഫ്ദലു, പള്ളിക്ക് നിസ്കരിക്കലാണ് നല്ലത്, ഗ്രൗണ്ടല്ല നല്ലത്. പിന്നെ പള്ളിയിൽ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ അപ്പോൾ ഗ്രൗണ്ട് ഇല്ലാലി എഴുതരിന്നതാ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം എന്താണെന്നറിയോ, ഏത് ഈ തൊരിക്കും വൈർജു ഫി ഉഹ്റ, പോകൽ ഒരു വൈക്കൂടെ മടങ്ങി വരൽ അങ്ങനെ സുന്നത്തുണ്ട്. അപ്പോൾ ലോങ് റൂട്ട് കൂടെ അങ്ങോട്ട് പോവുക, ചെറിയ റൂട്ട് കൂടെ അങ്ങോട്ട് തിരിച്ച് പോരുക. നല്ല കാര്യത്തിന് പോകലാണ് ഏറ്റവും അഫ്ദൽ, തിരിച്ച് പോരലല്ല. അവിടെ പോകുമ്പോൾ ഒരുപാട് ചോട്ടടി ഉണ്ടാവട്ടെ. ചെറിയ പോനൊന്നും പറ്റൂല. പള്ളിയൊക്കെ 2 വഴി എങ്ങനെ ഉണ്ടാക്കണം? എവിടെ ഉണ്ട്? അതെ ഉണ്ടോ? ആ ആയിക്കോട്ടെ, ഉണ്ടെങ്കിൽ തിരക്കടില്ല. എൻ്റെ കാഴ്ചയിലില്ല, ഒറ്റ വഴിയുള്ള പള്ളിക്ക്. പിന്നെ ഇപ്പോൾ യുബക്കിറുന്നാസു, ആളുകളൊക്കെ അതിരാവിലെ പോകണം. അന്നാസു എന്ന് പറഞ്ഞാൽ ആളുകൾ. ആരല്ല? ആളുകൾ പോയാൽ മതി, ആര് പോകണ്ട? ഇമാമ് സ്ത്രീകളടക്കട്ടെ. ഇമാമ് അതിരാവിലെ പോകരുത്. അതിനാണ് അന്നാസു യുബക്കിറുന്നാസു, ആളുകളൊക്കെ അതിരാവിലെ എന്ന് വെച്ചാൽ മിനൽ ഫജർ ഏതാ ഉപയോഗം കൊടുക്കുമ്പോൾ ഫജർ അറിയാം. ഫജർ മുതൽ തന്നെ പോകണമെന്ന് നല്ല ശ്രദ്ധിച്ചോളൂ. ഇന്നതുബൻ എന്തിനാണെന്നറിയോ? ലിവസുലു ഫദീലത്തിൽ കുർബി. ഇന്നാ ഇമാമിൻ്റെ അടുത്തേക്കാലോ രാവതങ്കരിയിലൊക്കെ നിൽക്കേണ്ടി വരും. അവിടെ കൊതുപ കഴിഞ്ഞിട്ട് വരാം, അടുത്ത് നിൽക്കാം. അതല്ല വന്ദിതാറ സ്വലാത്തി, നിസ്കാരം പ്രതീക്ഷിക്കുകയും ചെയ്യാം. നിസ്കാരം ഏർക്കണം. ഇപ്പോൾ ഞാൻ നിൽക്കണമല്ല, ഇവിടെ അത്രയും എനിക്കറിയില്ല. ഏർക്കണം. സുബൈക്ക് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ എത്രങ്ങാനും നേരം നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നിസ്കരിച്ച കൂലിയാണ്. ആ ഇരുത്തത്തിലും വല്ല ദുആയും ചെയ്താൽ നിസ്കരിച്ചുമ്പോൾ വരുന്ന കൂലിയാണ്, പ്രതിഫലമാണ്, ഇജാബത്താണ്. എത്ര ലാഭമാണ് ആലോചിക്കുക നിങ്ങൾ. അതിന് ഈമാൻ വേണം. നേരെ വെച്ച് അങ്ങനെയല്ല, ഏർക്ക് നിസ്കാരമില്ല, ഇപ്പം തന്നെ അവിടെ പോയി കുത്തിറക്കാൻ കഴിയില്ല, ഇത്രങ്ങാനും സമയം നഷ്ടപ്പെടും. ഇതൊന്നും തോണ്ടണ്ടേ? അങ്ങനെയാണ് കുട്ടികൾ ചിന്തിക്കുക. നേരെ മറിച്ചൊരു മൂമിനായിരിക്കുന്ന മനുഷ്യനെ ആലോചിക്കണം. ഈ ഏർക്കല്ല നിസ്കാരമുള്ളൂ, അത് വരെ കാത്തിങ്ങനെ സുഫിട്ടിരിക്കൂലേ? ആ ഇരുത്തം എന്താണ്? ആ നടത്തം തന്നെ നിസ്കാരമാണ്. ഒതുർത്ത് പോകാൻ മാത്രം. ഒന്ന് വീട്ടിൽ നിന്ന് ചെയ്ത് പള്ളി പോകണം. ഓരോ ചുവട്ടോടെയും നിസ്കാരമാണ്. പള്ളിക്കട് കയറി കഴിഞ്ഞാൽ കാനത്തിസ്വല, അപ്പോൾ നിസ്കാരത്തിലാണ്. മാ കാനത്തിസ്വലാത്തു തഹബിസു, നിസ്കാരം അവനെ തടഞ്ഞു വെക്കുന്ന കാലത്തോളം. നിസ്കാരം വെയിറ്റ് ചെയ്ത് പള്ളിയിൽ ഇരിക്കുമ്പോഴൊക്കെ നിസ്കാരത്തിൻ്റെ വിധിയാണ്. ആ ഇരുത്തത്തിൽ ദ്വാരണ നിസ്കാരത്തിൽ ദ്വാരണമാർക്കാണ്. ഞങ്ങൾക്കൊരു ബെളു നേരാണ്. ഈ നിസ്കാരത്തിൽ നമ്മളെല്ലാ കാര്യങ്ങളും ദ്വാരക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ, അറബിയിലല്ലേ ദ്വാരക്കാൻ പറ്റുള്ളൂ, മറ്റു നിസ്കാരം പറ്റില്ലോ അല്ലേ? അങ്ങനെ അറബി കിട്ടില്ല, അത് ദ്വാരക്കുമ്പോഴാണ് അങ്ങനെ കൊടുക്കലുണ്ട്. പിന്നെ അവർക്കൊക്കെ ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കലാണ്. പക്ഷേ അതിലാറ് നല്ല പരിഹാരം ഇപ്പോൾ അതാണ്. ഇത് മലയാളത്തിൽ ദ്വാരക്കാം നിസ്കാരം കാത്തുക്കുമ്പോൾ. നിസ്കാരം അങ്ങനെ കാത്തുക്കല്ലേ, അപ്പോൾ മലയാളത്തിൽ തന്നെ എന്താക്കാം?
ആ നിസ്കാരം മുറിയൊന്നുമില്ല. മലയാളത്തിൽ വരുന്നത് ഇന്ന് നിസ്കാരത്തിൻ്റെ അതേ കൂലി നിസ്കാരത്തിൽ വരുന്ന അതേ ഇജാബത്തുണ്ടാവും. മനസ്സിലായോ? അതുകൊണ്ട് നേരത്തെ പൊയ്ക്കൊള്ളുണ്ട് കുളിച്ചുകൊണ്ട് അത്രയൊക്കെ പൂശി പോകണം. ഇങ്ങോട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ആദായിൻ ഹറജുലി സെഹറായി, ഫജർ മുതൽ തന്നെ പോകണമെന്ന് പറഞ്ഞത് സെഹറയിലേക്ക് പോവുകയാണെങ്കിലാണ്, പള്ളിക്കല്ലാതെ പോവുകയാണെങ്കിലാണ്. ഓ ഇല്ല, അല്ല പള്ളി തന്നെയാണെങ്കിൽ സുന്നൽ മുഖ്തു ആക്കിബൽ ഫജരി, സുബഹിസ്കരിച്ച് അവിടെ തന്നെ നിൽക്കലാണ് സുന്നത്ത് എന്ന്. ഇതൊക്കെ തീർച്ചയാണ്. സഹറാഹ് എന്നല്ല, നിസ്കാരം മരുഭൂമി എന്നല്ല, ഈദ്ഗാഹ് എന്നല്ല, പള്ളിക്ക് തന്നെയാണെങ്കിൽ സുബഹിസ്കരിക്കാൻ പള്ളിയിൽ പോയില്ലേ, ആ അവിടെ തന്നെ ഇരിക്കുക. മനസ്സിലായോ? ഓ മഹല്ലു ആ പറഞ്ഞത് ഇല്ലം യാത്തച്ചില്ല സിയാത്തി തസയ്യനും വനവി, അധികമായ ഭംഗിയാവിലേക്കൊന്നും ആവശ്യമല്ല. ഒക്കെ ആവശ്യം ഉണ്ടാവില്ലല്ലോ, ശരിക്കും കുളിച്ച് മാറ്റിയാണ് പോയി പിന്നെ ഞാനൊരു ആവശ്യം ഉണ്ടാവില്ലല്ലോ. മനസ്സിലായോ? ആ അപ്പോൾ യഹ്ദുറുൽ ഇമാമു, ഇമാമ് വരേണ്ടത് വക്ത സ്വലാത്തി, നിസ്കരിക്കുന്ന സമയത്തായിരുന്നു. അതിൻ്റെ മുമ്പ് എന്നോട് വന്ന് കുത്തിരക്കരുത്. ആര്? ഖത്തീബ്, ഇമാമ്. നദ്ബൻ സുന്നത്താണ് പറഞ്ഞത്. എന്നാൽ പോയി അജ്ലുഫിൽ അത് അയാൾ ഇമാമ് അള്ളഹയ്ക്ക് കുറച്ച് നേരത്തെ തന്നെ വരണം, ധൃതിയിൽ വരണം, വേഗം വരണം. വേഗം വരണം എന്നാണ് പറയുന്നുണ്ട്. ആ ഉദയത്തിന് ടൈം ഉണ്ടാകാനാണത്. പിന്നെ സൂര്യൻ ഉദിച്ച് ഉയർന്നാൽ 16 മിനിറ്റ് മതി. അതായ അപ്പം തന്നെ നിസ്കരിക്കലാണ് പെരുന്നാൾ. വലിയതാണ് ഏറ്റവും നല്ല സുന്നത്ത്. അപ്പോൾ അതങ്ങനെ. ചെറിയതാണ് കുറച്ചൊരു ഇമാമിൻ്റെ വരവൊന്ന് പിന്തിക്കണം. കാരണം ആളുകൾക്ക് വിത്ർ സക്കാത്ത് കൊടുക്കാൻ സമയം വേണം. മറ്റിടത്ത് ആളുകൾക്ക് അറിവിനുള്ള ടൈമാണ്. പിന്നെ മാത്രമല്ല, അവിടെ വലിയൊരു പോയിൻ്റ് പറയുന്നുണ്ട്, അവിടെ തിന്നാതെയും കുടിച്ചാതെയാണ് വരുന്നത്. നോമ്പ് ഒറ്റ മൽക്കാണ്. ഞാൻ പറയലുണ്ട്, ആ മസല നല്ലോണം പ്രചരിപ്പിക്കണം. ബലി പെരുന്നാളിന് നോമ്പ് ഒറ്റോലോ മൽക്കാണ് പള്ളിക്ക് വരേണ്ടത് എന്നുള്ളതുണ്ടല്ലോ, അതും ആളുകൾക്ക് നല്ലോണം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്കൊക്കെ വേഗം നിസ്കരിക്കാൻ തന്നെക്കാരം പോയി. ഈ വരുന്നതാണ് ബലി പെരുന്നാളിന് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ നോമ്പ് ഒറ്റോലോ മൽക്ക്. നോമ്പ് പോയിട്ടാണ്, അല്ല നോമ്പ് പോറ്റമാർക്ക് പോയില്ല. ഇവിടെ ഭക്ഷണം കഴിക്കാൻ ബിരിയാണി ഒന്നും അല്ല കേട്ടോ, അവിടെ കാണിച്ചു തരാം. ഇങ്ങോട്ടോക്കി അത് നല്ലോണം ശ്രദ്ധിക്കണം. ഇവിടെ പെരി പോയിട്ട് കച്ചറണ്ടാക്കാൻ കണ്ട ബിരിയാണി വേണ്ട, നിസ്കരിക്കാൻ പോണേനും പിന്നെ വെയിച്ച് പോകാൻ പറയണ പള്ളിക്കെന്ന് പറയണ നിൽക്കണ്ട വെറുതെ. ആ ബിരിയാണീൻ്റെ വർത്താനല്ലേ പറയണത്. വയുസന്നു തമ്രാണ് സുന്നത്ത്. നോമ്പ് മുറിക്കണമാർക്കും അത്തായം കഴിക്കുമ്പോഴൊക്കെ ഉള്ളമാർക്ക് തന്നെ ഈ ചെറിയെന്താണെന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് തമ്ര സുന്നത്താണ്. ഇപ്പോൾ കൗന്നു വിതരണം ഒറ്റാവലും സുന്നത്താണ്. നോമ്പുറക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്, അത്തായം കഴിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. കോയമൊക്കെ അത്തായം കഴിക്കരുത് ഇത് കഴിച്ചാലാണ് തമ്ര. ആ തമ്ര ഒറ്റ ആയിരിക്കണം, 10 ആക്കരുത്, 11 ആക്കാം, അല്ലെങ്കിൽ 9 ആക്കാം. അതാ സുന്നത്ത്. വയുംസിക്കുഫിൽ അത് ബലി പെരുന്നാളിലന്ന് ഭക്ഷണം കഴിക്കാതെ പോവുക. വയത് മാഷിയൻ ബി സക്കീനത്തിൽ, സക്കീനത്തോടു കൂടെ നടന്നു പോകണമെന്നാണ്. കൽ ജുമയത്തി ജുമയ്ക്ക് പോലെ തന്നെ. ചവിട്ടെടുക്ക പ്രധാനമാണ്. അതങ്ങനെ ഏകദേശം ആയിട്ടോ. പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട് സർവാനിയിൽ, വയുസ്താബ് ഹിയാവു ലൈലത്തയിൽ ഈദി, പെരുന്നാളിൻ്റെ 2 പെരുന്നാളിൻ്റെ രാത്രിയും ഹയാത്താക്കിൽ സുന്നത്ത, ഉറങ്ങാതെ. എന്നാൽ ഹയാത്താക്കി എന്നുള്ള സുന്നത്ത് കിട്ടാൻ എന്ത് മതി? രാത്രിൻ്റെ ബഹുഭൂരിഭാഗം കണ്ട് ഉറങ്ങാതെ നിന്നാലും ആ സുന്നത്ത്, അസൽ സുന്നത്ത് കിട്ടും. പൂർണ്ണ സുന്നത്ത് തീരെ ഉറങ്ങാതിരിക്കലാണ്. നിങ്ങൾ ഈ രാവിലെയുള്ളൊരു ഹയാത്താക്കലുണ്ടല്ലോ, അത് മതി. അസൽ സുന്നത്തും കുറച്ച് ഉറങ്ങലുണ്ട് കാരണം അല്ലേ? ഉറങ്ങലുണ്ട്, നിസ്കരിക്കലൊക്കെ ഉണ്ട് ഞാൻ കേട്ട്. അത് മതി എന്നാലും കിട്ടും. പിന്നെ പറയുന്ന കാര്യം വളരെ ശ്രദ്ധിച്ചോളെ. എന്തോ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. എപ്പോൾ? ബി ഉറൂബി ഷംസി ലൈലത്തൈലിതി, 2 പെരുന്നാളിൻ്റെ രാത്രിയും ഉറൂബായി കഴിഞ്ഞാൽ തക്ബീറാണ് തുടങ്ങിയിട്ട് പെരുന്നാൾസ്കാരം വരെ തക്ബീറാണ്. അതിന് മുർസലായ തക്ബീർ എന്ന് പറയാം. ആ തക്ബീറിനെക്കാട്ടും ഖുർആൻ ഓതിയാലും കൂലിയിട്ടില്ല. തക്ബീർ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. എവിടെ? ഫിൽ മനാസിലി, വീടുകളിൽ, വത്തുറുക്കി, റോഡുകളിൽ, വൽ മസാജിദി, പള്ളികളിൽ, വൽ അസ്വാക്കി, അങ്ങാടികളിൽ, ബിറഫി സൗത്തി, നല്ല ഉയർന്ന ശബ്ദത്തിൽ. വരെ പടക്കം പൊട്ടിച്ചാനൊക്കെ പറ്റുമോ ഭയമോ? ഇതാണ് വേണ്ടത്. ശബ്ദം, തക്ബീർ ധ്വനികൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി എന്നാണ് പറയേണ്ടത്, അല്ല പടക്കം പൊട്ടിച്ചിട്ട് എന്നുള്ളതല്ല. എന്നാൽ നാം അത് ഹറാമാന്ന് പറയണമെന്നില്ല. ഇതാണ് വേണ്ടത്. നല്ല ശബ്ദം തക്ബീർ ചെല്ലാം. ആ പെണ്ണുങ്ങളല്ലെങ്കിൽ കേട്ടോ, പെണ്ണുങ്ങൾ മെല്ലെ ചെല്ലിയാൽ മതി.
ലിതുകബ്ബിറുൽ വലിതുകമ്മിലുൽ ഇദ്ദ വലിതുകബ്ബിറുല്ലാഹ്, നിങ്ങൾ അള്ളാഹ്ക്ക് തക്ബീർ ചെല്ലാൻ വേണ്ടി അല്ല മഹദാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആയത്ത് അതാണ് വിഷയം. വലല്ലാഹു ഇദാമത്തുല ഹത്ത യുരിമൽ ഇമാമു ബി സ്വലാത്തിൽ രീതി, ഇമാമ് പെരുന്നാൾ നിസ്കാരത്തിന് തക്ബീറത്തോളം കെട്ടണ വരെ തക്ബീറിൻ്റെ സമയമാണ്. പിന്നെ ബലിപെരുന്നാളിന് മുഖയ്യതായ തക്ബീറുണ്ട്. എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷം തക്ബീറില്ല. അത് 5 ദിവസമുണ്ട്. അറഫൻ്റെ സുബൈക്കാണ് തുടങ്ങിയിട്ട് അയ്യാമത്ത് ശരീക്കിൻ്റെ അസർ വരെ ഉണ്ട്. പിന്നെ പെരുന്നാളിൻ്റെ 5 ദിവസമായി. അത് ഇതിനില്ല, ഇതിനതില്ല. ഇതിന് നിസ്കാരത്തിൻ്റെ തക്ബീർ ചൊല്ലുമ്പോൾ ദുആ കഴിഞ്ഞിട്ട് ചൊല്ലിയാൽ മതി. സുബ്ഹാനല്ലാഹ് ചൊല്ലി ദ്വാരക്കൽ കഴിഞ്ഞിട്ടാണ് തക്ബീർ ചൊല്ലേണ്ടത് ഈ പെരുന്നാളിന്. ബലിപെരുന്നാൾ അങ്ങനെ സലാം കിട്ടിയ ഉടനെ തക്ബീറാണ് ചൊല്ലുക. അത് മുഖയ്യതായ തക്ബീർ എന്നതിന് പറയാം. ആ തക്ബീർ ഈ പെരുന്നാളിന് ഇല്ല. തക്ബീർ ഏതാണ്? എൻ്റെ ഏറ്റവും മുന്തിയ വചനം ഞാനൊന്ന് പറഞ്ഞുതരാം. അത് ഈ പറയുന്നുണ്ട്, വസീഖത്തുൽ മെഹബൂബത്തു, നബിമോൻ പറയാണ് ഏറ്റവും പ്രിയങ്കരമായ സീഗ, അതിൻ്റെ വാക്ക്, ആ തക്ബീറിൻ്റെ വാക്ക് എന്താണെന്ന് അറിയോ? ഇങ്ങനെയാണ്: അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അവിടെ ഒരു വാവുണ്ട് കേട്ടോ, വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അവിടെ അള്ളാഹു ഉള്ളു, വാവില്ല. വലില്ലാഹിൽ ഹംദ് എന്ന് പറയാം. വയുസ്താബ് വയ്യസീദ. പിന്നെ എങ്ങനെ ഏറ്റണം? തക്ബീർ സാലിസ്, മൂന്നാമത്തെ തക്ബീറിന് ശേഷം എന്തേറ്റാ? അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കതീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസ്വീല ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅബ്ദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ സദഖ വഅദ വനസറ അബ്ദ വഹസ്മൽ അഹ്സാബ വഹദ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അങ്ങനെ നമ്മുടെ ചെറുങ്ങുണ്ട്. നല്ല മുന്തിയ വചനം ഇതാണ്. ഇത് ഹജ്ജിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ സഫയിൽ വെച്ച് ചൊല്ലിയതാണ്. സഫ മലമെന്ന് ചൊല്ലിയ തക്ബീറാണത്. അവിടെ ചെല്ലണ്ടല്ലോ ഇത്. സഫ മലയുടെ ചെയ്യുമ്പോൾ ആളുകൾ ഇങ്ങനെ ഇതിങ്ങനെ ചൊല്ലി അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുമല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ സദഖ വഅദ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അല്ലാത്ത ആരാധനല്ല വഹദ, അവൻ ഏകനാണ്. സദഖ വഅദ, വാഗ്ദാനങ്ങൾ അവൻ സാക്ഷാത്കരിച്ചു. നസറ അബ്ദ, അടിമനെ സഹായിച്ചു. അടിമനെ ഹസമൽ അഹ്സാബ വഅദ, എല്ലാ ശത്രു ടീമുകളെയും അല്ലാഹു തആല സ്വന്തം തുരത്തി കളഞ്ഞു. എന്താണ് തക്ബീറൊക്കെ? ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅബ്ദു ഇല്ലാ ഇയ്യാഹു, അവനല്ല നിങ്ങൾ ആരാധിക്കൂല. മുഖ്ലിസീന ലഹുദ്ദീൻ, ദീൻ അവനക്ക് മാത്രം നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനെ മാത്രമേ ആരാധിക്കുള്ളൂ. ഇതൊക്കെയാണ് പറയണത്. അർത്ഥകരമായ തക്ബീറാണ് മോമിനികളെ. അതാണ് സുന്നത്ത്. പിന്നെ അതിൻ്റെ ഇടയിൽ സ്വലാത്തൊക്കെ ഉണ്ട്. മനസ്സിലായോ? ഒരു സ്വലാത്ത് പറയുന്നുണ്ട്, ഇതിലാ പറയണത്. ഇപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞത് തൊഴഫീം മിന്നാജുമ്പോഴാണ്. ഇപ്പോൾ ഷർവാനിലൊരു സ്വലാത്ത് പറയുന്നുണ്ട്. അല്ലാഹുമ്മ സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ അസ്വാജി സയ്യിദിനാ മുഹമ്മദിൻ വ ഔലാദി സയ്യിദിനാ മുഹമ്മദിൻ വ അൻസാരി സയ്യിദിനാ മുഹമ്മദ്. അങ്ങനെ ആരും കേട്ടണോ? അതിൽ കേട്ടോ? അങ്ങനെ അതുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എനിക്ക് കിട്ടൂല, നമുക്ക് കിട്ടൂല. നമ്മൾ ആ സ്വലാത്ത് ചെല്ലില്ലല്ലോ. ഞങ്ങളവിടെ പണ്ടൊരു മല്ലാക്കണ്ടേന്, മൂപ്പരൊക്കെ ചെല്ലലുണ്ടായിന്. അത് പ്രത്യേക വല്ലാത്തൊരു രസമാണ് ആ ചെല്ലലൊക്കെ. വ അസ്വാജി സയ്യിദിന മുഹമ്മദിൻ വ ഔലാദി സയ്യിദിന മുഹമ്മദിൻ. നമുക്കൊക്കെ ഉണ്ടല്ലേ വത്ബായി സയ്യിദിന മുഹമ്മദിൻ. എല്ലാവർക്കും ഉള്ള സ്വലാത്തിൽ വരുന്നത് നോക്കി കാണില്ല. പോട്ടെ, ഇനി എന്താണ്? ഇതാണ് ഇപ്പോൾ പെരുന്നാളായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഫിത്ർ സക്കാത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ. അപ്പോൾ ആളുകൾ വിചാരം പെരുന്നാൾ കൊണ്ടായാൽ ഒരു മൊബൈലൊരു വിടലുണ്ട് കാണാം. എന്താണ് പറയുക? എന്താ ഈദ് മുബാറക്ക് എന്നൊക്കെ വിട്ടിട്ട് ഭയങ്കര വിടല. അതൊന്നും ഇപ്പോൾ എവിടെയും കാണാനില്ല. ചെയ്തോളി, പ്രമാണബദ്ധമല്ല. പിന്നെ നിസ്കരിച്ചാൽ വന്നാൽ അവർ കെട്ടിപ്പിടിച്ചൽ, യാത്ര കഴിഞ്ഞ് വരുമ്പോഴാണ് കെട്ടിപ്പിടിക്കൽ സുന്നത്ത്. നീണ്ട കാലത്തിന് ശേഷം കണ്ടുമുട്ടുമ്പോൾ ഇതൊന്ന് സുബഹിസ്കരിച്ച് പോയതാണ്, എല്ലാവരും കണ്ടാൽ. പിന്നെ പെരുന്നാൾ മുമ്പ് ഒരു കെട്ടിപ്പിടിച്ചൽ, അങ്ങനെ കെട്ടിപ്പിടിച്ചൊന്നും വേണ്ട. അത് വലിയ നല്ലതൊന്നും, അതൊന്നും പ്രമാണബദ്ധമല്ല. കൈ കൊടുക്കുക, മുസാഫയത്താണ് പറഞ്ഞിട്ടുള്ളത്. അതെപ്പോഴും സുന്നത്താണ്. സലാം പറയുമ്പോഴൊക്കെ ഭയങ്കര കൂലിയാണ്.
ഇനി എന്താ ചോദിക്കണേ ചോദിച്ചോളൂ, ഞാൻ നിർത്തുകയാണ്. കാരണം ഇനിയിപ്പം ഒരാൾ തിലാവത്തിൻ്റെ സുജനെ പറ്റി പറയണമെങ്കിൽ ഈ പറഞ്ഞിരുന്നത് ഞാൻ പറയണമെങ്കിൽ എത്തിനെ നമുക്ക് നാളെ പറയാം. ഓത്തിൻ്റെ സുജു ചിലവർ മുസാഫ് കജ്ജി പിടിച്ച് ചെയ്യുന്നുണ്ട് അന്ന് പറയണമെന്ന് ഒരാൾ പറഞ്ഞത്. കജ്ജിൽ മുസാഫ് പിടിച്ചാണ് സുജൂദ് ചെയ്യുക. ആ സുജു എങ്ങനെ ശരിയാണ്? കൈ വെക്കണ്ടേ? എന്താ പോയമെന്താ പറയണേ? ചിലർ നിലത്തും വെക്കുന്നുണ്ട്, അതൊന്നും ശരിയല്ല. നമുക്ക് ഈ വിധിൻ്റെ നാളെ പറയാം. നന്ന് നിർത്തല്ലേ? നമുക്ക് രാത്രിയാണ് ക്ലാസ് കാര്യമായിട്ട്. രാത്രി ക്ലാസ്സുള്ളതെന്ന് നമ്മൾ ക്ലാസ് തന്നെ ഉച്ചക്ക് എടുക്കാൻ പാടില്ല ശരിക്ക്. പിന്നെ അവർ കുറച്ചെടുക്കാൻ വെച്ചിട്ട് തുടങ്ങിയത്. ഇന്ന് രാത്രി ഒരു പക്ഷേ റമദാൻ്റെ അവസാനത്തെ രാത്രി ആവാം അല്ലേ? അവസാനത്തെ രാത്രി ആണെങ്കിൽ 1 തൊട്ട് അവസാനം വരെയുള്ള എത്ര ആളുകളെ മോചിപ്പിച്ചു അത്രയും ആളുകളെ മോചിപ്പിക്കണം. വലിയ ഒരു മാസത്തെ പ്രയത്നത്തിൻ്റെ കൂലി കിട്ടുന്ന രാത്രിയാണ് ഏത്? അവസാനത്തെ രാത്രി. എല്ലാം ശ്രദ്ധിക്കേണ്ട രാത്രിയാണ്. ഒന്നെന്തായാലും നമുക്ക് അയാത്താക്കുക. അവസാനത്തെ 10 ദിവസം അയാത്താക്കൽ സുന്നത്തുണ്ട്. അതിൽ ഒറ്റപ്പെട്ട രാവാണ്. അതിൻ്റെ പുറമേ ഒരു പക്ഷേ ഇത് അവസാനത്തെ രാത്രിയും കൂടി ആവാൻ അങ്ങനെ മികവും കൂടെ ഉണ്ട് ഇതിനെന്നാണ് ഈ പറയുന്നത്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഒരാളിപ്പോൾ മുദ്ദുർക്കിനെ പറ്റി ഒരു ചോദ്യം പുതിയ ചോദിച്ചാണ്. അതിൽ എന്താ അറിയോ? മുദ്ദ് നോമ്പ് ഒഴിവുള്ളവർക്കുള്ള മുദ്ദുണ്ടല്ലോ, 750 ഗ്രാം അരിയാണ് ഒരു ദിവസത്തിന്. അത് ഒന്നായിട്ട് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരാൾ ചോദിക്കുന്നത് അരിയും കാലും 1.5 കിലോനും 1.5 കിലോനായിട്ട് 3 കിലോ കൊടുക്കാൻ പറ്റുമോ? 3 ദിവസത്തെ മുദ്ദ് 2 ആൾക്ക് കൊടുക്കുക, 1.5 കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല എന്നാണ് പറയുന്നത്. അരിയും കാലൊന്നും കൂട്ടൂല. അപ്പോൾ 1.5 കിലോ കൊടുത്താൽ 1 കൂട്ടുള്ളൂ, അര കൂട്ടൂല. അപ്പോൾ ഒരാൾക്ക് 1.5 കൊടുത്തു, ഒരാൾക്ക് 1.5 കൊടുത്താൽ 2 കൂട്ടുള്ളൂ, പിന്നെ ഒരു മുദ്ദയും കൊടുക്കേണ്ടി വരും. അപ്പോൾ മുദ്ദ് തേച്ച് കൊടുക്കണം. 3 കിലോ കൊടുക്കും. ഒരാൾക്ക് 2 കിലോനും ഒരാൾക്ക് 1 കിലോനും കൊടുത്തു, നമുക്ക് കുഴപ്പമില്ല. ഒരാൾക്ക് 1.5 കൊടുത്താൽ 2 അര കൂട്ടില്ല, അരയാക്കാൻ പാടില്ല. അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മുദ്ദൊക്കെ പാടെ നമുക്ക് ഒന്നായിട്ട് ഒരാൾക്ക് കൊടുക്കുക, എങ്ങനെയും കൊടുക്കാമെന്നൊക്കെ പറയുമ്പോൾ ഇത് ശ്രദ്ധിക്കണം. പൊട്ടരുത്, അരിയും കാലൊന്നതിൽ വരരുത്, അത് കൂട്ടില്ല. അപ്പോൾ അളം തന്നെ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒന്നായിട്ട് ആ ചാക്ക് തന്നെ വേണമെങ്കിൽ ഒരു പെരക്കാർക്ക് കൊടുക്കാം, അതിന് കുഴപ്പമില്ല. 30 ദിവസത്തെ മുദ്ദും പാടെ ഒരാൾക്ക് വേണമെങ്കിൽ അതിന് കുഴപ്പമില്ല. ഫക്കീർ മിസ്കിൻ ആവണമെന്നേ ഉള്ളൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.